ഉമർ തങ്ങൾ ചോദിക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ തങ്ങളോട് ചോദിക്കുന്നത്, യാ ഉമർ മാ തറാ, നിന്റെ അഭിപ്രായം എന്താണ്, എന്ത് ചെയ്യണം? ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് പരസ്യമായി കഅബയിൽ ചെന്ന് തവാഫ് ചെയ്യാം, കഅബയിൽ ചെന്ന് പരസ്യമായി തവാഫ് ചെയ്യാം. അല്ലാഹുവിന്റെ ഹബീബ് സമ്മതിക്കുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ 12ന്റെ രാത്രിയിലും രാവിലകളിലും നമ്മൾ നടത്തുന്ന റാലി, നമ്മൾ നടത്തുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പാടി പ്രഭാതങ്ങളിൽ നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുന്നത്, നിരനിരയായി സഞ്ചരിക്കുന്നത്. അന്നല്ലെങ്കിലും ഇതിനാരാ തുടക്കം കുറിച്ചത്? മാക്സിമം ഓപ്പൺ ആക്കണേ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഫുള്ള് തുറക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? ഞങ്ങൾക്ക് പരസ്യമായി കഅബയിൽ ചെന്ന് തവാഫ് ചെയ്യാം നബിയേ. നബി തങ്ങൾ സമ്മതിച്ചു. 2 സഫാക്കി. ഒന്നാമത്തെ സഫിന്റെ നേതൃത്വം മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ, രണ്ടാമത്തെ സഫിന്റെ നേതൃത്വം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുസ്ലിമീങ്ങളെന്ന് പറയാൻ മടിച്ചിരുന്ന ആളുകൾ, പരസ്യമായി നിസ്കരിക്കാനോ ഇബാദത്ത് ചെയ്യാനോ ഭയന്നിരുന്ന ആളുകൾ, മഹാനായ ഉമർ തങ്ങളുടെ മുന്നിൽ ഉമർ തങ്ങൾ 2 സഫാണ്. രണ്ടാമത്തെ സഫിന്റെ മുന്നിൽ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. രണ്ടുപേരുടെയും നേതൃത്വത്തിൽ 40ഓളം മുസ്ലിമീങ്ങൾ കഅബ തവാഫ് ചെയ്യാൻ പോയി. ആക്രമിക്കാൻ കടന്നുവന്ന മക്കക്കാരായ മുശ്രിക്കീങ്ങൾ ഉമറിനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒന്നാമത്തെ നിര, അതിന്റെ തലപ്പത്തുള്ളത് മഹാനായ ഉമർ തങ്ങളാണല്ലോ. എന്നാ പിന്നെ രണ്ടാമത്തെ നിര, അതിന്റെ തലപ്പത്തുള്ളത് മഹാനായ ഹംസത്തുൽ ഖറാർ. പഠിച്ചുപോയി. ആരും ഒന്നും ചെയ്തില്ല. തടുക്കാനോ ചെറുക്കാനോ ഒരാളും കടന്നു വന്നില്ല. ധൈര്യമായി കഅബയിലൂടെ തവാഫ് ചെയ്ത് മുസ്ലിം എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ നടക്കാൻ തുടങ്ങിയത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നത് മുതൽ. എന്നാൽ കാലക്രമേണ നമ്മുടെ അഭിമാനം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. കാലക്രമേണ നമ്മുടെ അഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തുജേ ആബാസ് അപ്നെ കോയി നിസ്ബത്ത് ഹോ നഹീ സക്തി കെ തൂ ഗുഫ്താർ വോ കിർദാർ തൂ സാബിത് വ സയ്യാറ. എന്റെ പ്രപിതാക്കളുമായിട്ട് എന്ത് ബന്ധമാണ് നിനക്ക് പറയാനുള്ളത്? മുസ്ലിം എന്നല്ലാതെ, മുസ്ലിമിന്റെ പേരെന്നല്ലാതെ എന്ത് ബന്ധമാണ് നിന്റെ സഹാബാക്കളുമായിട്ട് നമ്മൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ പറയാനുള്ളത്? ഒരുപാട് കളിച്ചു നടന്നു എന്നല്ലാതെ, വെറുതെ ഡ്രസ് ചെയ്തു, വെറുതെ സമയം കളിഞ്ഞു, ദീനിന് വേണ്ടി സമയം ചെലവഴിക്കാതെ ദുനിയാവിന്റെ പിന്നാലെ ഓടി എന്നല്ലാതെ നമ്മൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബാക്കളുമായി എന്ത് ബന്ധമാണ് പറയാനുള്ളത്? ആലോചിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ. എങ്ങനെയാണോ ഇസ്ലാം തുടങ്ങിയത് അതേപോലെ ഇസ്ലാം അസ്തമിക്കും. ഇസ്ലാം തുടങ്ങിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതിന്റെ പേരിൽ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട മഹാനായ മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ, യാസർ റളിയല്ലാഹു അൻഹു, നൂറുകണക്കിന് സ്വഹാബാക്കളെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ വളരെ ക്രൂരമായി നഗ്നരാക്കി മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോയി. മുസ്ലിമാണ് എന്ന് പറഞ്ഞപ്പോ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ ഇങ്ങനെയാണ് ഇസ്ലാം തുടങ്ങിയത്. താടി വെച്ച് നടക്കുമ്പോ, ഹിജാബ് ധരിക്കുമ്പോ, ഇതുപോലെ ഒരു മുസ്ലിമായി ദീനി ചുട്ടയോടെ നടക്കുമ്പോ ഒരുപാട് പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെയാണ് പരിശുദ്ധ ഇസ്ലാം അസ്തമിക്കാൻ പോകുന്നത്. ഞാൻ ഓർത്തുപോവുകയാണ്, ഇത് ലോകത്തിന്റെ അവസാനത്തിന്റെ സൂചനയാണോ എന്ന്, ലോകം അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണോ എന്ന്. എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ ഇസ്ലാം അസ്തമിക്കുമെന്ന് പറയുമ്പോ താടി വെച്ച് നടക്കാൻ അനുവാദമില്ലാത്ത രാഷ്ട്രം, ഓരോ ആളുകളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും ഇടപെടുന്ന കാലം,
ഓരോ മനുഷ്യന്റെ കിച്ചണിലേക്ക് കടന്നു വന്ന് ഒരാൾ എന്ത് കഴിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് മുസ്ലിമീങ്ങൾക്ക് കൂച്ചു വിലങ്ങിട്ടുകൊണ്ടിരിക്കുന്ന ഈ ദയനീയമായ സാഹചര്യം ലോകത്തിന്റെ അവസാനമാണോ എന്ന് ആലോചിച്ചു പോവുകയാണ്. എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ പരിശുദ്ധ ഇസ്ലാം അസ്തമിക്കുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചോ, ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്താക്കുന്നത്, ബീഫ് കഴിച്ചതിന്റെ പേരിൽ ഒരു പട്ടാളക്കാരനെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്നത്, താടി വെച്ചതിന്റെ പേരിൽ ജോലി നൽകൂല എന്ന് പറഞ്ഞു റീസൈൻ ലെറ്റർ കൊടുത്ത് തിരിച്ചയക്കുന്നത്, ഇങ്ങനെ ഒരുപാട് നമ്മുടെ കൺമുന്നിലൂടെ കാണുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് നേരത്തെ പറഞ്ഞ ഹബീബിന്റെ ആ മനോഹരമായ ഹദീസാണ്. അവസാന കാലഘട്ടം വന്നാൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യാനും നിങ്ങളെ ആക്രമിക്കുവാനും നിങ്ങളെ ഇകഴ്ത്തുവാനും ഇതായിരിക്കും ജനങ്ങളുടെ ലക്ഷ്യം. മുസ്ലിമിനെ കുറിച്ച് പറയുമ്പോഴാണ് ഒരാൾക്ക് പ്രശസ്തി ലഭിക്കുക. ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് കടന്നു വരും. അതിന്റെ കാരണം നമ്മൾ തന്നെ ചെയ്തു കൂട്ടിയ ചില പ്രവർത്തനങ്ങളാണ്. നമ്മൾക്ക് നാശമുണ്ടാകും. അവസാന കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. പക്ഷെ അതിന് കാരണക്കാരാരാൻ നമ്മൾ തന്നെയാണ്. ഞാൻ ഓർത്തു പോവാണ്, സ്റ്റീഫൻ ഹോക്കിംഗ് എടുത്തു നടന്ന BBC-യുടെ വാർഷിക പ്രഭാഷണത്തിലെ ലോകത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ലോകം അവസാനിക്കുന്നത് 4 കാരണങ്ങൾ കൊണ്ടായിരിക്കുമെന്നാണ്. അതിലൊന്ന് ന്യൂക്ലിയർ വാർ, അണുവായുധം. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടി അണുവായുധം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യയും ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാനും, അമേരിക്കയെ തകർക്കാൻ നോർത്ത് കൊറിയയും കൊറിയയെ തകർക്കാൻ അമേരിക്കയും, ഇങ്ങനെ എല്ലാ രാഷ്ട്രങ്ങളും മറ്റുള്ള രാഷ്ട്രങ്ങളെ തകർക്കാൻ വേണ്ടി ആണവായുധങ്ങൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒരു കാലത്ത് അണുബോംബ് വർഷിച്ചതിന്റെ പ്രത്യാഘാതം ഇന്ന് വരെ തീർന്നിട്ടില്ല. വികലാംഗർ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് പറയാൻ ലോകം അവസാനിക്കും. ലോകം അവസാനിക്കുമോ ഇല്ലേ എന്നത് ചർച്ചയാണോ? ഇല്ല. ഒരു കാലഘട്ടത്ത് ലോകം അവസാനിക്കില്ല എന്ന ആളുകൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു വിഷയത്തിൽ ആർക്കും സംശയമില്ല. ലോകം അവസാനിക്കുമെന്നതിൽ എല്ലാവരും ഏകോപിച്ച അഭിപ്രായമാണ്. പക്ഷെ ഇന്നെന്താ ചർച്ച? എന്താ, എന്നാണ് ഇത് അവസാനിക്കുക? ഈ ലോകം, ഈ അന്ത്യദിനം, ഖിയാമത്ത് നാൾ എന്നാണ് സംഭവിക്കുക എന്നതിലാണ് ശാസ്ത്രവും ദീനും ഇന്ന് ചർച്ച ചെയ്യുന്നത്. ലോകം അവസാനിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ശാസ്ത്രം പറയാൻ ലോകം അവസാനിക്കും. വീൽ ചെയറിലിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഭക്ഷണവും പഠനവും ജനങ്ങളോടുള്ള സംസാരവും സമ്പർക്കവും എല്ലാം ഒരു ട്യൂബിലൂടെ. സ്റ്റീഫൻ ഹോക്കിംഗ് പറയാൻ 4 കാര്യം കൊണ്ട് ലോകം അസ്തമിക്കാൻ പോവുകയാണ്. 1 ന്യൂക്ലിയർ വാർ, അണുവായുധം. 2 ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്, ചൂട് വർദ്ധിക്കുക. ഇന്ന് ഡിസംബർ ആയിട്ടുള്ളൂ, ഒട്ടുമിക്ക കിണറുകളിലും വെള്ളം വറ്റിപ്പോയിരിക്കുകയാണ്, വെടിച്ചു പോവാണ്. ഇങ്ങനെ ഈ വരുന്ന നമ്മുടെ ഏപ്രിലിനെയും മെയ് മാസത്തെയും നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് ഓർക്കുമ്പോൾ പേടി തോന്നുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോടൊക്കെ വീട്ടിലുള്ള കിണറുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഏകദേശം 2, 3, 4 വർഷങ്ങൾക്ക് മുമ്പ് വരെ മഴ വരുന്നത് വരെ വറ്റാത്ത കിണറുകൾ ഡിസംബർ മാസമാകുമ്പോഴേക്കും വറ്റിത്തുടങ്ങി. ഇനി 5 മാസമുണ്ട്, ജൂൺ വരെ മഴയ്ക്ക് സാധ്യത കുറവാണ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ വെള്ളം അതുവരെ എത്തിക്കും. ആലോചിച്ചിട്ടുണ്ടോ? ആഗോളതാപനം, അത് കാരണം ലോകം അതിന്റെ അന്ത്യത്തിലേക്ക്, അതിന്റെ എൻഡിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിർമ്മിക്കണം. എല്ലാറ്റിനും റോബോട്ട്, ഓഫീസിലിരിക്കാൻ റോബോട്ട്, യുദ്ധം ചെയ്യാൻ റോബോട്ട്, സെക്സിന് വരെ റോബോട്ട് ഉപയോഗിക്കുന്ന കാലം. ചൈനയിലൊക്കെ എടുത്ത് ഞാൻ വായിച്ചുപോയ വാർത്ത ഞാൻ ഓർത്തുപോവാൻ. ഭാര്യമാരോട് താല്പര്യം കുറഞ്ഞു വരുമ്പോ സെക്സ് ടോയ്കൾ ഉണ്ടാക്കുക, സെക്സ് റോബോട്ടുകൾ ഉണ്ടാക്കുക. എന്നിട്ട് അവിഹിത ബന്ധത്തിന് പകരം ഈ സെക്സ് ടോയ്കൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ചൈനയിലൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ എല്ലാ ആവശ്യത്തിനും റോബോട്ടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം, ഈ റോബോട്ടുകൾ മനുഷ്യന്റെ നാശത്തിന് കാരണമാകുമെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ കാരണമാണ് ഭൂമിയിലും കരയിലും അപകടങ്ങൾ ഉണ്ടാവുന്നത്, ഭൂമിയിലും സമുദ്രങ്ങളിലും അപകടങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഭൂമിയിൽ അപകടങ്ങൾ ഉണ്ടാവുന്നത്, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ്. അപ്പൊ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്നാലോ, നമ്മൾ മാറിയാൽ ഖിയാമത്ത് നാളിന്റെ ഡേറ്റിങ്ങിന് അകന്നുകൊണ്ടിരിക്കും. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതിലൊരു പക്ഷേ ഹലാലായ കാര്യങ്ങൾ ഉണ്ടാകും. പള്ളി മനോഹരമാക്കുക, പള്ളി അലങ്കരിക്കപ്പെടുക, അത് തെറ്റാണോ? അല്ല. പക്ഷെ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പള്ളി എത്ര വേണമെങ്കിലും നമ്മൾ അലങ്കരിക്കാം, കാരണം ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. അതിലേക്ക് ചെലവഴിക്കുന്നതൊക്കെ നാളെ ഖബറിലേക്ക് വരുന്ന ഡെപ്പോസിറ്റ്. പക്ഷേ അന്ത്യനാളിലെ ഇതങ്ങനെ സംഭവിക്കുള്ളൂ. പള്ളി ആഡംബരവൽക്കരിക്കപ്പെടുക എന്ന് വെച്ചത് ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളാണ് ലോകത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മുസ്ലിമിനെ അപകടത്തിലേക്ക് കൊണ്ടുപോയത് മുസ്ലിമീങ്ങൾ ചെയ്ത തെറ്റുകളാണ്. അതിൽ പറഞ്ഞു ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി, ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹം, ജീവിച്ചാലും കൊതി തീരാതെ ഇനിയും ജീവിക്കണം. പക്ഷേ ആഖിറത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ചിന്തയില്ലാതിരിക്കുക. വകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ വെറുക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് വരും. ആളുകൾ മരണത്തെ വെറുത്തു പോകും. ദുനിയാവിനോട് താല്പര്യമുണ്ടാവുക, മരണത്തെ വെറുത്തു പോവുക. ഈ രണ്ട് കാരണമാണ് ലോകത്തിന്റെ മുഖമൂലകളിൽ നിന്ന് എല്ലാ ആളുകളും മുസ്ലിമീങ്ങളെ ഫോക്കസ് ചെയ്യാൻ കാരണം. ഇത് രണ്ടാണ് എന്ന് പറയുമ്പോ ഈ ബദിയടുക്ക എന്ന പ്രദേശത്ത് ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട്, എന്റെ സഹോദരന്മാരോട്, സഹോദരിമാരോട്, ദുനിയാവിനോടുള്ള താല്പര്യം വെടിഞ്ഞ് മരണത്തെ ഓർക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ തയ്യാറാവുകയും ചെയ്താൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞുവല്ലോ, അതങ്ങനെ നടക്കുമല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ പോവല്ല. ഇത് വരാതിരിക്കാൻ എന്ത് നമ്മൾ ചെയ്യണം? മുസ്ലിമീങ്ങൾ ആളുകൾ ഫോക്കസ് ചെയ്യാതിരിക്കാൻ, നമ്മൾ ടാർഗറ്റ് ചെയ്യാതിരിക്കാൻ, നമ്മൾ ആക്രമിക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നബി തങ്ങൾ രണ്ട് കാര്യം പറഞ്ഞു. ഹബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള താല്പര്യമാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള പേടിയാണ്. മരണത്തെ എല്ലാവർക്കും വെറുപ്പാണ്. എന്തേ നന്മ ചെയ്തിട്ടില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നൊരു മാറ്റമുണ്ടായാൽ ദുനിയാവിനോടുള്ള താല്പര്യം നമ്മൾ ഒഴിവാക്കി കളഞ്ഞു. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ ഒരുങ്ങി. എല്ലാ മുസ്ലിമീങ്ങളും അങ്ങനെയായാൽ നമ്മൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് കുറവ് വരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ്. ചെറുപ്പക്കാരാ, നമ്മൾക്ക് ആരോഗ്യമുണ്ട്. ക്ലബിന്റെ പേരിൽ കൊലപാതകം നടക്കുമ്പോ, മയക്കുമരുന്നിന്റെ പേരിലും കഞ്ചാവിന്റെ പേരിലും കൊലപാതകങ്ങൾ നടക്കുമ്പോ, സ്വർണ്ണക്കടത്തിന്റെ പേരിൽ പാവപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ പരിശുദ്ധമായ റമളാനിൽ മംഗലാപുരത്ത് വെച്ച് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുമ്പോ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന്? അൽ കയ്യിസു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ. നമ്മുടെ ശരീരത്തെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമാനാണ്. ഇത് അൺകൺട്രോൾ ആയാൽ, ഔട്ട് ഓഫ് കൺട്രോൾ ആയാൽ നമ്മുടെ കാര്യം പോക്കാണ്. നമ്മൾ ശരീരം പറയാൻ വഴിയിൽ പോകുന്ന പെണ്ണിന്റെ പിന്നാലെ പോയി അവൾക്കൊരു നമ്പർ കൈമാറണമെന്ന് നിന്റെ ശരീരം അത് പറയുമ്പോ അത് പാടില്ല, അത് ഹറാമാണ് എന്നാ നീ ബുദ്ധിമാനാണ്. അല്ല, പിന്നാലെ നീ ബൈക്കുമെടുത്ത് ബുള്ളറ്റുമായി നീ പോവാൻ, നമ്പറുകൾ കൈമാറാൻ. നിന്റെ പുഞ്ചിരിയും നിന്റെ സ്നേഹത്തോടെയുള്ള ടെക്സ്റ്റുകളും നീ കൈമാറിയാൽ നീ നിന്നെ കുറിച്ച് വിലയിരുത്തേണ്ടത് നീ വിഡ്ഢികളുടെ കൂട്ടത്തിലാണ്, വിഡ്ഢികളുടെ ലോകത്തിലാണ്. ഇത് പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് വിഡ്ഢികളുടെ സ്വപ്നലോകത്ത് നിന്ന് ബുദ്ധിമാന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് മാറണം. അതിനുള്ള വഴി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നു, മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ചിട്ട് ആരാണോ മരണശേഷമുള്ള ഖബറിലേക്കും മഹ്ശറയിലേക്കും ഒരുങ്ങുന്നതാരാ? രാത്രിയുടെ യാമങ്ങളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനോട് സംസാരിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും എന്റെ ഖബറിടത്തിലേക്കുള്ള നഷ്ടത്തിന്റെ കച്ചവടമാണ്. ആ സമയത്ത് ദിക്ർ ചൊല്ലി വുളൂ ചെയ്തോ ദിക്ർ ചൊല്ലി കിടന്നുറങ്ങിയാൽ എന്റെ ഖബറിലേക്കുള്ള നേട്ടമാണ്. അതുകൊണ്ട് എന്റെ ഖബറിടത്തിലേക്കാണ് ഞാൻ തയ്യാറാവേണ്ടത് എന്ന ചിന്തയോടെ ഹറാമായ ചാറ്റിങ്ങുകളോ ഹറാമായ ചീറ്റിങ്ങുകളോ സംസാരങ്ങളോ ഇല്ലാതെ അല്ലാഹുവിനെ പേടിച്ചാൽ അവനാണ് ബുദ്ധിമാൻ. അല്ലാഹു നമ്മളെയൊക്കെ അവരിൽ പെടുത്തട്ടെ. ചെറുപ്പക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. യുവത്വം മസിൽസ് ഉണ്ടാകും, പിക്കപ്സ് ഉണ്ടാകും, സിക്സ് പാക്ക് ഉണ്ടാകും. അതൊക്കെ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ അതൊക്കെ നഷ്ടപ്പെടും. പിന്നെ അതിന് പ്രാധാന്യം ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ വയസ്സുകളും ദിനങ്ങളും ഖബറിലേക്ക് എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മളിൽ നിന്ന് വിട പറയുമ്പോ അല്ലാഹു നമ്മോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ജനങ്ങൾക്ക് വേണ്ടി നന്നാവുന്നത്? ജനങ്ങൾ നോക്കുന്ന സ്ഥലം നീ എന്തിനാണ് അലങ്കരിക്കുന്നത്? ഞാൻ ശ്രദ്ധിക്കുന്ന, ഞാൻ വീക്ഷിക്കുന്ന ആ ഹൃദയം മനോഹരമാക്കാൻ നീ സമയം കണ്ടെത്തുന്നുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഹൃദയം നമ്മൾ ശുദ്ധീകരിക്കാറുണ്ട്, മുഖമൊക്കെ നമ്മൾ മിനിക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു തവണ ബാർബർ ഷോപ്പിൽ പോകും. കഴിവിന്റെ പരമാവധി ബാർബറോട് പറയും, നിങ്ങൾക്ക് എത്ര മോഡലാക്കാൻ പറ്റും അത്ര അങ്ങോട്ട് മോഡലാക്കിക്കുക അല്ലേ. ബ്ലീച്ചിങ് വേണമെന്ന് കേൾക്കും ബാർബർ ഷോപ്പ്. അത് ഉസ്താദിനോടും കേൾക്കും, നിങ്ങളോടും കേൾക്കും. അങ്ങനല്ലേ, അവർക്ക് പൈസ വേണ്ടത്. അത് ഏത് ബാർബർ ഷോപ്പിൽ പോയാലും വെടിയും താഴെ എടുത്തവൻ അടുത്ത ചോദ്യം, ഫേഷ്യൽ വേണോ ബ്ലീച്ചിങ് വേണോ? എന്നാ പിന്നെ ആയിക്കോട്ടെ. വേറൊരു സ്ഥലമുണ്ട് ബ്ലീച്ചിങ്ങും ഫേഷ്യലും ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഹൃദയം. ഇതും കൂടി ചെയ്താൽ മാഷാ അല്ലാഹ് നിങ്ങൾ ഗ്ലാമർ ആയിക്കോളെ, ഒന്നും നമ്മൾ എതിർപ്പില്ല. നിങ്ങൾ മാക്സിമം ഗ്ലാമറായിട്ട് തന്നെ നടന്നോളി. പക്ഷേ ആ ഒരു ഗ്ലാമറാകുന്നതോടുകൂടെ നമ്മുടെ ഹൃദയത്തെയും നിങ്ങൾ ഇന്ന് ഗ്ലാമറാക്കണം. ഇത് മനോഹരമാക്കണം. രണ്ടും മനോഹരമായിക്കോട്ടെ. ഇത് കറുത്തിട്ട് ഇത് മനോഹരം, അത് വേണ്ടത്. അത് നഷ്ടമാണ്, അത് നഷ്ടത്തിന്റെ കച്ചവടമാണ്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ തിന്മയിലേക്ക് പോവാതെ തിന്മ ചെയ്യുമ്പോൾ നാളെ അല്ലാഹുവിന്റെ ഖബറിടത്തെയും മഹ്ശറയെയും നരകത്തെയും ഓർത്തുകൊണ്ട് ഖബറിലേക്ക് വേണ്ടി മരണശേഷമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ അടികൊണ്ട് നാട്ടുകാരൊക്കെ അടിച്ചിട്ട് കൈകാലുകൾ ബന്ദിയാക്കി ഉമർ തങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുവരികയാണ്. സദാചാര ഗുണ്ടകൾ എല്ലാ നാട്ടിലുണ്ടാവും അല്ലേ. അല്പം ചില സദാചാര ഗുണ്ടകളെല്ലാം ഒരുമിച്ചുകൂടി ഒരു ചെറുപ്പക്കാരനെ തുരുതുര അടിച്ചു മർദ്ദിച്ച് ശരീരമാസകലം ബന്ദിയാക്കി അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുവന്നപ്പോ ഉമർ തങ്ങൾ വിചാരിച്ചു, എന്താണ് പ്രശ്നം? സദാചാര ഗുണ്ടകളോട് ചോദിച്ചു, എന്താണ് ഇവിടെ കുഴപ്പം? അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇന്നലെ ഇശാ നിസ്കാരം കഴിഞ്ഞു പോകുമ്പോ ഈ ചെറുപ്പക്കാരൻ ഒരു വീടിന്റെ മതിൽ ചാടി ഒരു പെണ്ണിനെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒച്ചവെച്ച പെണ്ണ് ഞങ്ങൾ ഓടി വന്നു, ഈ ചെറുപ്പക്കാരനെ പിടിച്ചു ബന്ദിയാക്കി കൊണ്ടുവന്നതാണ്. മൃതങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തുഖ്ലിഫ് ലന്നീ, അല്ലാഹുവേ എന്റെ ചിന്തയെ നീ തെറ്റിപ്പിക്കല്ലേ അല്ലാഹ്, എന്റെ ആലോചനയിൽ നീ പിഴവ് വരുത്തല്ലേ റബ്ബേ. ഈ ചെറുപ്പക്കാരനെ കുറിച്ച് എനിക്ക് നല്ല ചിന്തയായിരുന്നു, നല്ല അഭിപ്രായമായിരുന്നു, നല്ല ദീനീബോധമുള്ള ചെറുപ്പക്കാരൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് എന്റെ ചിന്തയെ തെറ്റിപ്പിക്കല്ലേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല എന്താണ് സംഭവിച്ചത്? ചെറുപ്പക്കാരൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇന്നലെ ഇശാ നിസ്കാരം കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോ ഒരു വൃദ്ധയായ തള്ള, ഒരു വൃദ്ധയായ ഉമ്മ എന്റെ സമീപത്തേക്ക് കടന്നു വന്നു. എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിലൊരാടുണ്ട്, ആ ആടിന്റെ കറന്ന് പാലെടുക്കാൻ എന്നെ സഹായിക്കുമോ? എന്നോട് ചോദിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ വൃദ്ധയായ ഒരു ഉമ്മ, ആ ഉമ്മാക്ക് ശാരീരികമായിട്ട് കഴിവില്ല, വിധവയായ ഉമ്മയാണല്ലോ, കണ്ടാൽ വികാരം തോന്നാത്ത പെണ്ണ്. അതുകൊണ്ട് ആ ഉമ്മയുടെ
ഉമ്മയുടെ കൂടെ ചെന്നിട്ട് ആ ഉമ്മയ്ക്ക് പാല് കറന്നെടുക്കാൻ സഹായിക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ ആ സഹോദരിയുടെ പിന്നാലെ നടന്നുപോയി. ഞാൻ പെട്ടെന്നാണ് ഒരു വീടിന്റെ സമീപത്തേക്ക് എത്തുന്നത്. എന്നോട് പറഞ്ഞു ഇവിടെ കയറിയിരിക്കാൻ. ഞാൻ ചോദിച്ചു എവിടെ നിങ്ങളുടെ ആട്? ഇപ്പൊ കൊണ്ടുവരാം. എന്നിട്ട് പെണ്ണുപോയി. ഞാൻ ായ ഉമ്മ ആടുമായി കടന്നു വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് മറുഭാഗത്തുള്ള വാതിലിലൂടെ സുന്ദരിയായ ഒരു പെണ്ണ് കടന്നു വരുന്നത്. എന്നിട്ട് എന്റെ ശരീരം കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോ അമീറുൽ മുഅ്മിനീൻ ഞാൻ കുതറി മാറി. ഞാൻ സപ്പോർട്ട് ചെയ്തില്ല, ഞാൻ മാറി നിന്നു. വീണ്ടും എന്നെ വ്യഭിചാരത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. ആരും കാണൂല, ആരും അറിയൂല. ഒരു മുറിക്കകത്ത് രാത്രിയുടെ യാമങ്ങളിൽ നിശയുടെ നിശബ്ദതയിൽ ഞാനും നീയുമല്ലാതെ വേറെ ഒരാൾ അറിയാത്ത ഈ സാഹചര്യത്തിൽ വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, എനിക്കത് പറ്റൂല. ഞാൻ ഇവിടെ വ്യഭിചാരം ചെയ്താൽ, ഇവിടെ ഒരു ഹറാമ് ചെയ്താൽ എന്റെ ഖബറിടം കഷ്ടമായിരിക്കും. ഇതാണ് ബുദ്ധിമാൻ, ഇവരാണ് ബുദ്ധിമാൻ. ഇവിടെയുള്ള താൽക്കാലിക സുഖങ്ങളെല്ലാവരും നോക്കുക, നാളെ മഹ്ശറയിൽ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക എന്ന്. ഞാൻ കുതറി മാറി. ഈ പെണ്ണിനെ എന്നെ സമീപിക്കാനോ എന്നെ ശാരീരികമായി പ്രാപിക്കാനോ കഴിയില്ല എന്ന് തോന്നിയപ്പോ ഉടനെ പുതിയൊരു അടവിലേക്ക് സഹോദരി നീങ്ങുകയാണ്. ഒന്നിനെ പോലെ മാറാൻ പറ്റുന്നു ആരെങ്കിലും ലോകത്തുണ്ടെങ്കിൽ അത് പെണ്ണുങ്ങൾ മാത്രമാണെന്ന് നമ്മൾക്കറിയാലോ, അല്ലേ? ഒന്നിനെ പോലെ മാറാൻ പറ്റുന്ന ആളുകൾ പെണ്ണുങ്ങളാണ്, എല്ലാ പെണ്ണുങ്ങളല്ല. ഞാൻ ഓർത്തു പോവാൻ, ഒരു യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയില്ല. ഒരു പെണ്ണും ഒരാണും മറുഭാഗത്ത് നിന്നൊരാണ് കാർ ഡ്രൈവ് ചെയ്ത് വരാൻ, ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്നൊരു പെണ്ണ് കാർ ഡ്രൈവ് ചെയ്ത് വരാൻ. വണ്ടി ഇടിച്ചു, വണ്ടി ഫുള്ള് പൊടിയായി. പക്ഷെ രണ്ടുപേർക്കും പരിക്ക് പറ്റിയില്ല. പൂർണ്ണമായിട്ടും തെറ്റ് പെണ്ണിന്റെ ഭാഗത്താണ്. ഏതായാലും പോലീസ് വന്ന പെണ്ണ് ഒന്നുകിൽ ക്യാഷ് കൊടുക്കേണ്ടി വരും, പിഴവ് മുഴുവനും പെണ്ണിന്റെ ഭാഗത്തായതുകൊണ്ട് പെണ്ണ് പുതിയൊരു അടവെടുത്തു. ഈ ഡ്രൈവറുമായിട്ട് പരിചയപ്പെട്ടു, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. നിമിഷ നേരം കൊണ്ട് നമ്മുടെ ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് തന്നെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ ഒരു കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ട്, ആനയാണ് തേങ്ങാണെന്നൊക്കെ പറഞ്ഞ് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ഒരുപാട് സമയം സംസാരിച്ചിരുന്നിട്ട് പെണ്ണിന്റെ വണ്ടിയിലുണ്ടായിരുന്നൊരു കള്ളിന്റെ കുപ്പിയെടുത്തിട്ട് സുഹൃത്തിനെ കൈമാറി. അവൻ കുടിച്ച ശേഷം പെണ്ണ് പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു, കള്ളും കുടിച്ച് വണ്ടി ഓടിച്ച് എന്റെ വണ്ടി ഇടിച്ചിട്ടുണ്ട്. കള്ളും കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു വന്നിട്ട് എന്റെ വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഇതാണ് പെണ്ണുങ്ങള്. എല്ലാങ്ങളല്ല, ചില പെണ്ണുങ്ങൾ എങ്ങനെയാണ്. ഏതായാലും പുതിയൊരടവിലേക്ക് നീങ്ങി. ഉടനെ ഒച്ചപ്പാടായി ഒച്ച വെച്ചു. എന്നെ പീഡിപ്പിക്കാൻ ഒരാൾ കടന്നു വന്നിട്ടുണ്ട് എന്ന് അട്ടഹസിച്ചപ്പോ ചുറ്റുഭാഗങ്ങളിലുള്ള ചെറുപ്പക്കാരെല്ലാം ഓടിക്കൂടി വീടിലേക്ക് കയറി വന്നിട്ട് ആ ചെറുപ്പക്കാരനെ തുരുതുരാടിക്കുകയാണ്. കാള പെറ്റു എന്ന് കേൾക്കുമ്പോ കയറെടുത്തോടുകയാണ് നമ്മുടെ ചില ചെറുപ്പക്കാർ. കാള പെറ്റു ആണോ, എന്നാ പിന്നെ കയറെടുത്തോടെ. കാള പ്രസവിക്കൂലെന്ന് പോലും ചിന്തിക്കൂല. കാള പ്രസവിക്കൂലല്ലോ. എരുമയും പോത്തും പശുവൊക്കെ അല്ലേ പോത്ത് പ്രസവിക്കൂലേ? എരുമയും പശുവൊക്കെ പ്രസവിക്കുക. എന്നാൽ കാള പെറ്റു എന്ന് കേട്ട ഉടനെ കയറെടുത്ത് പോവാ. ഇത് ആലോചിക്കൂല നമ്മള്. എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോ പിന്നെ ഓടിപ്പോവാ, പ്രശ്നം ഉണ്ടാക്കുക, അടിക്കുക. അതല്ല പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. മലപ്പുറം ജില്ലയിൽ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ഫൈസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇരുട്ടിന്റെ മറവിൽ അതിദാരുണമായി കൊല ചെയ്ത് കഷ്ണമായി കുടൽമാല പുറത്തു വന്നപ്പോ മലപ്പുറം ജില്ലക്കാർ ന്യൂനപക്ഷം തിങ്ങിപ്പാർക്കുന്ന ഒരു മിനി പാകിസ്ഥാൻ എന്ന് മറ്റുള്ള ആളുകൾ വിശേഷിപ്പിക്കുന്ന സ്ഥലം, അവിടെ അക്രമങ്ങൾ ഉണ്ടാവാം, വേണമെങ്കിൽ അവിടെയുള്ള ബോർഡുകൾ കുത്തിത്തകർന്ന് തരിപ്പണമാക്കാം. പക്ഷേ പാണക്കാട്ട് പൂമുത്ത് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആഹ്വാനം നമ്മൾ കാതോർത്തു. നിങ്ങൾ കാരണം ഒരു ഹൈന്ദവന് പോർലേൽക്കാൻ പാടില്ല. ഹൈന്ദവർക്ക് സംരക്ഷണം നൽകേണ്ടത് നിങ്ങളാണ്. ഈ കൊടുങ്ങിയിലുള്ള ഏതെങ്കിലും ഒരു ഹൈന്ദവന് പോർലേൽറ്റാൽ അത് ഇസ്ലാമിന്റെ ഭാഗത്തല്ല എന്ന് മഹാനായ ഹൈദർ അലി തങ്ങൾ പ്രഖ്യാപിച്ചപ്പോ എന്തുണ്ടായി? അവിടെ സമാധാനത്തിന്റെ അന്തരീക്ഷം അവിടെ കളിയാടി. അതിബന്ധം സംഭവിച്ചു. RSSകാർ കൊന്നതെന്തിനാ? ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കാരണം. എന്തുണ്ടായി?
അയാള് സ്വർഗത്തിലെത്തി. ഇനിയിപ്പോ ആ ഫൈസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് രണ്ടാമതൊരു ഹയാത്ത് ലഭിച്ചാൽ, രണ്ടാമതൊരു ജീവൻ ലഭിച്ചാല് ആരൊക്കെയാണോ കൊന്നവർക്കൊക്കെ ക്യാഷ് അവാർഡ് കൊടുക്കും, താങ്ക് യു എന്ന് പറഞ്ഞിട്ട്. എന്തേ? ഇവർ കൊന്നതുകൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് പറക്കാൻ പറ്റി, ഇവർ കൊന്നതുകൊണ്ട് സ്വർഗത്തിലേക്ക് പറക്കാൻ പറ്റി. ഉറപ്പാണ് രണ്ടാമതൊരു ജന്മം ഈ ഫൈസലിന് കിട്ടിയാൽ ആദ്യം പോവുക ഈ RSSകാരുടെ സമീപത്തേക്കാണ്. നിങ്ങൾക്ക് ഇത്ര ക്യാഷ് അവാർഡ് 10,000 രൂപ. എന്തേ? എന്നെ കൊന്നതിന്. എന്തേ? എനിക്ക് സ്വർഗം ലഭിച്ചു കൊന്നത് കാരണം. അങ്ങനെയാണ്. ആർക്കാണ് ഇഷ്ടം? ആർക്കവിടെ ഇഷ്ടമുണ്ടായത്? ഫൈസലിന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു, ഫൈസലിന്റെ മാതാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വഴി. പ്രശ്നം ഉണ്ടാക്കലല്ല, സമാധാന അന്തരീക്ഷമാണ്. ആ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ മാറണം. നമ്മളെ ആക്രമിക്കുവാനും പ്രകോപിക്കുവാനും ചില പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാടിന്റെ മുക്കുമൂലകളിൽ നിന്ന് ചില സമയങ്ങളിൽ കേൾക്കാറുണ്ട്. പല സമയങ്ങളിലും നമ്മെ പ്രകോപിക്കാൻ വേണ്ടിയിട്ട് ചില പ്രവർത്തനങ്ങൾ ഈ ടൗണിൽ വെച്ച് തന്നെ ചില ആളുകൾ നടത്താറുണ്ട്. നമ്മൾ ക്ഷമിക്കുകയും നമ്മൾ വിചാരഭരിതരായി തിങ്ക് ട്വൈസ് ബിഫോർ ലീപ്പ് എന്ന് പറയുന്നത് പോലെ എടുത്തു ചാടി കടന്നു പോവില്ല. ക്ഷമിക്കുക, അവിടെയാണ് വിജയമുള്ളത്. അപ്പോഴാണ് നമ്മൾക്ക് വിജയം ഉണ്ടാവുക. ചെറുപ്പക്കാരന്റെ മുഖമുദ്രയായിരിക്കണം ക്ഷമ എന്നുള്ളത്. ക്ഷമയില്ലാത്തവന്റെ ജീവിതം പരാജയമായിരിക്കും എന്നുള്ള ചർച്ച ആ പെൺകുട്ടി ഇങ്ങനെ അട്ടഹസിച്ചപ്പോ ആളുകളൊക്കെ കൂട്ടം കൂട്ടമായി കടന്നു വന്ന് അടിച്ചു ബന്ദിയാക്കി അമീറുൽ മുഅ്മിനീൻ സമീപത്തേക്ക് കൊണ്ടുപോയി. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ മദീനയുടെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന എല്ലാ വൃദ്ധമാരായ ഉമ്മമാരോടും വരാൻ പറഞ്ഞു. അല്ലാഹ് മഹാനായ അമീറുൽ മുഅ്മിനീന്റെ ആ ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തേക്ക് എല്ലാവരും കടന്നു വന്നു. എല്ലാ ഉമ്മമാരും കടന്നു വന്നു. ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഇതാണോ ആ പെണ്ണ്? അല്ല. ഇതാണോ? അല്ല. ഒരുപാട് വൃദ്ധമാരായ ഉമ്മമാരിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവരൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോ അവസാനം ഒരു ഉമ്മ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അമീറുൽ മുഅ്മിനീൻ, ആ പെണ്ണുങ്ങളാണ് ഇന്നലെ എന്നെ വഴിക്കേടിലേക്ക് കൊണ്ടുപോയത്, ഇന്നലെ എന്നെ പറ്റിച്ചത്. പെണ്ണിനോട് കാര്യം ചോദിച്ചു. അപ്പോഴാണ് വൃദ്ധയായ ഉമ്മ പറഞ്ഞത്, ഈ റൂമിലേക്ക് കയറി വന്ന പെണ്ണിന് നാലിന്ന് ചെറുപ്പക്കാരനോട് സ്നേഹം തോന്നി, എങ്ങനെയെങ്കിലും പ്രാപിക്കണമെന്ന താല്പര്യത്തോടെ എന്താണ് ഇതിനുള്ള വഴിയെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചു. അവസാനം ഒരു പ്രീ പ്ലാനോടുകൂടി, ഒരു പദ്ധതിയോടുകൂടി, വളരെ അടവോടുകൂടി ഇയാളെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. ഇങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത് എന്ന് പറയുമ്പോ മഹാനായ അമീറുൽ മുഅ്മിനീൻ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ ലം തുമിത്നി. അല്ലാഹുവേ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ഒരാൾ ഞങ്ങളുടെ സമൂഹത്തിൽ കാണിച്ചു തന്നുകൊണ്ട് കാണിച്ചു തരാതെ മരിപ്പിക്കല്ലേ എന്ന് മുമ്പ് ദുആ ചെയ്തിരുന്നു. അല്ലാഹുവേ, എന്റെ മരണത്തിന് മുമ്പ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ചെറുപ്പക്കാരെ കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചുവല്ലോ. അങ്ങനെ എത്ര യൂസുഫ് നബിമാർ ഇന്നുണ്ടാവും, എത്ര സാഹചര്യങ്ങൾ അല്ലേ? എന്തും തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലാണ്. ഫിതൻ നമ്മളിലേക്ക് കടന്നു വരും, പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങോട്ട് കടന്നു വരും, വിചാരങ്ങൾ നമ്മളെ തേടി വരും, അങ്ങോട്ട് തേടിപ്പോകണ്ട. ഹറാമുകൾ നമ്മെ തേടി വരും, അങ്ങോട്ട് തേടിപ്പോകണ്ട. ഹറാമുകൾ ചെയ്യാൻ നമ്മൾക്ക് അവസരങ്ങൾ ഓരോന്നോരോന്നായി ലഭിക്കുമ്പോ എനിക്കിത് ചെയ്യാൻ പറ്റൂല, ഞാനൊരു മുസ്ലിമാണ്, എനിക്കിത് പാടില്ല എന്ന് പറഞ്ഞ് ആരാണ് മറി നിൽക്കുന്നത്? അവനാണ് ബുദ്ധിമാൻ. അല്ലാത്തവർ ബുദ്ധി എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരം പറയാണ്. ഒരു തെറ്റ് ചെയ്യാൻ പറയുമ്പോൾ അതുപോലെ ചെയ്യുന്നവൻ ബുദ്ധിയാണ്. ശരീരം പറയാൻ സിനിമക്ക് പോവല്ലേ? സിനിമക്ക് പോവാ. ചെറുപ്പക്കാര് 4-5 ആളുകൾ കൂടി ബൈക്ക് കൊടുത്ത് കാസർഗോഡ് പോയി, ഇന്ന് സിനിമ കണ്ടു. വിഡ്ഢിയാണവൻ. അവന്റെ ശരീരം സിനിമ കാണാൻ പറഞ്ഞപ്പോ അവൻ സിനിമ കണ്ടു. അവന്റെ ശരീരം പറയുകയാണ്. ISL നടന്നുകൊണ്ടിരിക്കുമ്പോ വീട്ടിൽ ചെന്ന് മനോഹരമായി 2 മണിക്കൂർ കളി കാണാമല്ലോ. എന്തിനാണ് ഈ ഒരു വാല് ഞാൻ കേൾക്കുന്നത്? വാല് ഇപ്പൊ എത്ര ഉസ്താദുമാർ പറയുന്നുണ്ട്, എവിടെ നോക്കിയാലും വാലാണ്. ഉസ്താദുമാർ 2018, 2020 വരെ ചില ആളുകൾ ബുക്കിങ്ങിലാണ്. വാലിപ്പോഴും കേൾക്കല്ലേ, നമുക്ക് കളി കാണാം. അങ്ങനെയാണ് ഒരാൾ ആലോചിച്ചത്. കുഴപ്പമില്ല, അവൻ വിഡ്ഢിയാണ്. എന്തേ? അവന്റെ ശരീരം അവനെ തിന്മയിലേക്ക് നയിച്ചപ്പോ അത് അതേപോലെ അംഗീകരിച്ചു. എന്നാ മറ്റു ചിലരോ, അതല്ല എനിക്ക് നേട്ടം, ഇവിടെയാണ് സ്വർഗം. 2 സ്വർഗമാണ് ലോകത്തുള്ളത് അല്ലേ? ഒന്ന് നമ്മുടെ പരലത്ത്, 2 സ്വർഗല്ലേ ലോകത്തുള്ളത്. ഇവിടെയൊക്കെ സ്വർഗമുള്ളത് ഒന്ന് പരലം, ഒന്ന് ഇൽമിന്റെ സദസ്സാണ് അല്ലെ? 2 സ്വർഗമാണ്. ഒന്ന് നമ്മുടെ ഇൽമിന്റെ മജ്ലിസാണ്, 2
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗമാണ്. ഈ രണ്ട് സ്വർഗ്ഗം, ഈ സ്വർഗ്ഗം ലഭിക്കാത്ത ആളുകൾക്ക് എവിടെയും സ്വർഗ്ഗം ലഭിക്കൂല. അതെങ്ങനെയാണ്? ഇഷ്ടംപോലെ അവസരങ്ങളും ചാൻസുകളും ഉണ്ടായി. പിന്നെ വാളിന്റെ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, സ്ഥലമില്ലെങ്കിലും ഉണ്ടെങ്കിലും സദസ്സിൽ വന്നിരിക്കുമ്പോഴാണ് അതിന്റെ ശ്രേഷ്ഠത ലഭിക്കുക. അതെങ്ങനെയാ? നമ്മൾക്ക് വേണമെങ്കിൽ പുറത്ത് വണ്ടി വെച്ച് അവിടെ കേൾക്കാം, പുറത്ത് നിന്നിട്ട് കേൾക്കാം. അതൊക്കെ ഒരു പക്ഷേ പെട്ടെന്ന് എണീറ്റ് പോകണമെന്ന ഉദ്ദേശത്തോടെ ആയിരിക്കും. പക്ഷെ ആരോടെങ്കിലും പറഞ്ഞോ നിങ്ങൾ ഇവിടുന്ന് പകരം എണീറ്റ് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഇവിടെ സൗകര്യം കുറവാണ്. എവിടെ വാതിന് പോയാലും നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച് സമയം സദസ്സിൽ ഇരിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്താം. ഇവിടെ ഇരിക്കുന്നവർക്ക് കിട്ടുന്ന ശ്രേഷ്ഠത അത് നമ്മൾക്ക് എണ്ണിയാൽ തീരാത്ത ശ്രേഷ്ഠതയാണ്. പാപങ്ങൾ ഒരു ദുആഇന്റെ ആവശ്യം പോലുമില്ലാതെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ്. ദുആ ചെയ്യണ്ട, ഇവിടെ ഇരുന്നാ മതി. വളരെ സ്വഹീഹായ ഹദീസാണ്. ഇൽമിന്റെ സദസ്സിൽ, ദിക്റിന്റെ സദസ്സിൽ, സ്വലാത്തിന്റെ മജ്ലിസിൽ നമ്മൾ വന്നിട്ട് ഇരുന്നാ മതി. ഇരുന്നിട്ട് നമ്മൾ എണീറ്റ് പോയി കുഴപ്പമില്ല. ഹുമുൽ ഖൗമു ലാ യസ്ഖാ ജലീസുഹും, ഇവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടൂല എന്ന് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്. സ്വഹീഹ് മുസ്ലിം, ബുഖാരിയിൽ കാണാം, ഖൂമൂ മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ എണീറ്റ് പോകുമ്പോൾ നിങ്ങളുടെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ഇൽമിന്റെ സദസ്സിലേക്ക് വന്നവർ, ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസിലേക്ക് കടന്നു വന്നവർ ഇവിടെ നിന്ന് എണീറ്റ് പോകുമ്പോ അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തന്നു, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുന്നത് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പുറത്തു നിൽക്കുന്നതിൽ അർത്ഥമുണ്ടോ? വണ്ടിയിലിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? എന്നാ പിന്നെ വീട്ടിൽ നിന്നിട്ട് യൂട്യൂബിൽ പോയാൽ പോലെ ഏത് പ്രഭാഷകൻ നിങ്ങൾക്ക് വേണ്ടത് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി. ഏത് വിഷയ വേണ്ടത്? ഇന്നാലെന്ന പ്രഭാഷകന്റെ ഇന്നാലെന്ന വിഷയം വേണം, എന്നാ പിന്നെ അതുപോലെ അടിച്ചു കൊടുക്കാം. വാത് വരും, ഇഷ്ടം പോലെ വാതുകൾ. ഇവിടെ വരണോ? ഇവിടെ വന്നാലുള്ള നേട്ടെന്താ? ഈ ഒരു ഓഫർ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുന്ന സദസ്സാക്കി നമ്മുടെ സദസ്സ് അല്ലാഹു മാറ്റട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത് രണ്ട് കാര്യം നമ്മൾ ഒഴിവാക്കിയാൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ നമ്മൾക്ക് മറികടക്കാൻ പറ്റും. ഏതൊക്കെ? ഒന്ന്, ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം ഒഴിവാക്കണം. ദുനിയാവിന് വേണ്ടി മരിക്കുന്നത് ഒഴിവാക്കണം. ദുനിയാവ് ഒരുമിച്ച് കൂടാൻ വേണ്ടി ദുനിയാവിനെ കുറിച്ച് മാത്രമാണ് ചിന്ത. ആഖിറത്തെക്കുറിച്ച് ചിന്തയില്ലാതെ, മരണത്തെക്കുറിച്ച് ചിന്തയില്ലാതെ, ദീനിയായ ബോധമില്ല ജീവിക്കുന്ന ദയനീയമായ അവസ്ഥ അത് മാറ്റിയേ പറ്റൂ ചെറുപ്പക്കാരാ. ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ചില സൂചനകൾ കേൾക്കുമ്പോ എപ്പോഴാണ് മരിച്ചു പോകുന്നതെന്ന് പറയാൻ പറ്റൂല. നബി തങ്ങൾ പറഞ്ഞു, അന്നബി ഉമാമത്ത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയകൂനു റിജാലും മിൻ ഉമ്മത്തി, എന്റെ സമൂഹത്തിൽപ്പെട്ട ചില ചെറുപ്പക്കാർ, എന്റെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ അവരെ കഴിക്കുന്നത് വൈവിധ്യമായ ഭക്ഷണങ്ങൾ. അന്ത്യനാളിന്റെ അടയാളങ്ങളാണ്. ഒരു ടേബിളിൽ തന്നെ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ. ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയി നമ്മുടെ ഉക്കർച്ചയുടെ വീട്ടില് എന്തൊക്കെയാണ്? ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, മട്ടൻ ഉണ്ട്, മീനുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, മീൻ കറിയുണ്ട്, പച്ചക്കറിയുണ്ട്, വൈവിധ്യമാർന്ന ഭക്ഷണം. ചപ്പാത്തി ഉണ്ട്, പത്തിരി ഉണ്ട്, പിന്നെ നമ്മുടെ കൽത്തപ്പുണ്ട്, ഒക്കെ ഉണ്ട്. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് വെച്ചാൽ തെറ്റാണോ? അല്ല, അത് തെറ്റല്ല, പ്രതിഫലമുള്ള കാര്യമാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ഒരിക്കലും ഹറാമോ തെറ്റോ കറാഹത്തോ അല്ല. ചിലത് ഹറാമായിരിക്കും, ചിലത് സുന്നത്തായിരിക്കും, ചിലത് വാജിബുമായിരിക്കും. അതിഥിയെ ബഹുമാനിക്കോളം വരുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ടോ? അതിലേക്ക് വന്നാൽ മനോഹരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്, മനോഹരമായ ഭക്ഷണം ഒരുക്കുന്നത്, ഇടയ്ക്കിടെ ചങ്ങാതിമാരെ, നാട്ടുകാരെ, കുടുംബക്കാരെ, പള്ളിയിലുള്ള ഉസ്താദ്മാരെ ഇടയ്ക്കിടെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഭക്ഷണം കൊടുക്കുന്നത്. നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വളരെ സന്തോഷത്തോടെ പുഷ്പം പോലെ കടന്നു പോകാമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഭക്ഷണം ഒന്ന് തെറ്റാണോ? അല്ല, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. വൈവിധ്യമാർന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, ഒരു ബ്രെഡ് കൊണ്ട് എത്ര ഭക്ഷണം ഉണ്ടാക്കും നിങ്ങൾ? ബ്രെഡ് ഒഴിവാക്കി ഒരു ചിക്കൻ കൊണ്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കും? അത് പറയും. ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിൽ പോയാൽ എന്തൊക്കെ പേരാ ഒരു ചിക്കൻ്റെത്, നമുക്ക് പേര് വരെ അറിയൂല. അൽഫാം ഉണ്ട്, ഷവായ് ഉണ്ട്, ഗ്രിൽ ചിക്കൻ ഉണ്ട്, റോസ്റ്റ് ഉണ്ട്, പിന്നെ അതിന്റെ എന്താണ് 66ഓ അങ്ങനൊന്നുമില്ലേ,
എന്തുകൊണ്ട് ചിക്കൻ 65 65 ഉണ്ട്. ഒരു ചിക്കൻ കൊണ്ട് തന്നെ 25ഓളം വിഭവങ്ങൾ എടുത്തിട്ട് ഖത്തറിൽ ടീ ടൈം എന്ന് നടന്ന ഒരു ബേക്കറി നടത്തുന്ന ഒരു മുതലാളി, അതിന്റെ ഒരു ഓണറെ കോഴിക്കോട് വെച്ച് കാണാനിടയായി. വടകരക്കാരനാണ്, ബഷീർ എന്ന് പേരുള്ള ഒരു വടകരക്കാരൻ. ഖത്തർ പോയപ്പോ ചായ കുടിച്ചതും ജ്യൂസ് കഴിച്ചതും ഒക്കെ ഈ ടീ ടൈമിൽ നിന്നായിരുന്നു. അപ്പൊ അങ്ങനെ അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ 24 ഫ്ലേവറിൽ ചായ ഉണ്ടാക്കുന്നു, ഒരു ചായ 24 ടേസ്റ്റിൽ. ഇതാ നബി തങ്ങൾ പറഞ്ഞത്, വിവിധമാർന്ന ഭക്ഷണം കഴിക്കുന്ന കാലം. നമ്മളെ വീട്ടിൽ എങ്ങനെ ചായ ഉണ്ടാക്കിയാലും ഒരു ചായ ആവുള്ളൂ അല്ലെ? അത് ഏത് പൊടി, മൂന്നാറിന്ന് കൊണ്ടുവന്നാലും ഊട്ടിന്ന് കൊണ്ടുവന്നാലും ഇനി കാസർഗോഡ് പോയി കൊണ്ടുവന്നാലും നമ്മുടെ വീട്ടിൽ ചായ ഒന്നും തന്നെ ആയിരിക്കും. പക്ഷെ ഇവർ വ്യത്യസ്തമായ ഫ്ലേവറിൽ 24ഓളം ചായകൾ. ഫില്ലി ചായ ഉണ്ടല്ലോ ദുബായില് അല്ലെ? ചായകൾ അങ്ങനെ ഒരു ചായ തന്നെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കുന്ന ഒരു കാലം നമ്മളിലേക്ക് കടന്നു വന്നാൽ, വൈവിധ്യമാർന്ന പാനീയങ്ങൾ കുടിക്കുന്ന ഒരു കാലം കടന്നു വന്നാൽ, വന്ന ഉടനെ ഒരു ജ്യൂസ്, ഇളനീർ വെള്ളം, പിന്നെ പെപ്സി വേറെ, കൊക്കക്കോള വേറെ, മിരിണ്ട വേറെ, മൗണ്ടൻ ഡ്യൂ വേറെ അല്ലെ, എന്തൊക്കെയാണ്, പായസം വേറെ, ചായകൾ തന്നെ വ്യത്യസ്തം. ഇങ്ങനെ വ്യത്യസ്തമായ വൈവിധ്യമാർന്ന നിറപ്പകിട്ടാർന്ന വൈവിധ്യമാർന്ന രുചിയുള്ള മനോഹരമായ പാനീയങ്ങൾ കുടിക്കുന്ന ഒരു കാലം കടന്നു വന്നാൽ, വ്യത്യസ്തമായ വസ്ത്രം ധരിക്കുന്ന ഒരു കാലം. ഒരു കല്യാണത്തിന് ചെറുപ്പക്കാരൊക്കെ ഒരു യൂണിഫോം, ഒറ്റ കളറിൽ എല്ലാവരും ഒരുപോലെ. എന്നാ പിന്നെ അടുത്ത കസിന്റെ കല്യാണമാണ്, എന്നാ പിന്നെ അടുത്ത വേറൊരു ഡ്രസ്സ് ഒരുപോലെ. നെക്സ്റ്റ് കല്യാണം വേറൊരു കസിന്റേതാണ്, അവിടെ വേറൊരു ഡ്രസ്സ്. ഇങ്ങനെ വസ്ത്രം കൊണ്ടൊരു കളി കളിക്കുക. ഒരു പെരുന്നാളിന് തന്നെ 4-5 മോഡൽ വരെ. നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇന്നെടുത്തു കൊടുത്ത വസ്ത്രം നാളെ കല്യാണത്തിന് പോകുമ്പോ ആ ഒരു വസ്ത്രം ധരിച്ചു. അടുത്ത കല്യാണം വരുമ്പോ പുതിയാപ്പിളോട് പറയാ, എനിക്ക് വസ്ത്രം വേണം, കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തിട്ടുള്ളൂ, അത് ആ കല്യാണത്തിന് ഞാൻ ഇട്ടില്ലേ ചോദ്യം. പിന്നെ ഒരു പ്രാവശ്യം ഇട്ട് അത് മാറ്റിവെക്കുക. വ്യത്യസ്തമാർന്ന ഭക്ഷണം വസ്ത്രം ധരിക്കുക. നമ്മളിപ്പോ ഡ്രസ്സിന് എത്ര ഡ്രസ്സുണ്ട്, ആണുങ്ങൾ ധരിക്കുന്ന ഡ്രസ്സ് എന്തൊക്കെ വേഷമുണ്ട് അല്ലെ, ഫാൻസിന് എന്തൊക്കെ പേരുണ്ട്. ഇങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരും. അന്ത്യനാളിന്റെ ലക്ഷണങ്ങളാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മളെല്ലാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആലോചിക്കാൻ വേണ്ടി പറയാൻ നബി തങ്ങളുടെ ആ മനോഹരമായ ഹദീസുകൾ, ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ വമാ യൻതിഖു അനിൽ ഹവാ. നബി തങ്ങൾ പറഞ്ഞതൊന്നും സ്വന്തമായി ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല. അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണിതൊക്കെ. അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണിതൊക്കെ. ഖിയാമത്ത് നാളിന്റെ ഒരുപാട് ലക്ഷണങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നല്ലാതെ പിന്നെ നമ്മൾ എന്നാണ് നന്നാവുക? ചെറുപ്പക്കാരാ, ആരെയാണ് കാത്തിരിക്കുന്നത്? ഞാൻ പറയട്ടെ, മക്കയിലേക്ക് ഉംറക്ക് പോയ ആളുകളാണ് നമ്മളൊക്കെ. മക്കയിൽ പോയ ആളുകളാണ്. എന്നൊക്കെ പൊക്കി നോക്കട്ടെ, മക്കയിലേക്ക് ഇവിടെ ഇരുന്ന ആളുകളിൽ മക്കയിൽ പോയ ആളുകൾ എന്നൊക്കെ പൊക്കി. മക്കയിൽ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ആളുകൾ ആരും പോയിട്ടില്ലേ? ബദർക്കാർക്ക് ഉംറൊന്നും വേണ്ടേ? കുറച്ച് 10 ആളുകളുണ്ട് ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയ ആളുകൾ. നിങ്ങൾക്ക് അവിടെ ഒരു കണ്ടിട്ടുണ്ടാകും, ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയൊരു അടയാളങ്ങൾ കണ്ടിട്ടുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫഇദാ റഅയ്ത മക്കത ഖദ് ബുഇജത് ഖിലാമാ. فإذا رأيت مكة قد بعجت كلائم. മക്കയിൽ ടണലുകൾ വരുന്നത് കണ്ടാൽ, മക്കയിൽ ടണലുകൾ വരുന്നത് കണ്ടാൽ, ടണൽ കണ്ടിട്ടുണ്ടോ പോയ ആളുകൾ? ടണൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഗുഹ. ഗുഹയിലൂടെ വണ്ടി പോവാ, കാറ് പോവാ, ബസ് പോവാ. ഇത് മക്കയിൽ കണ്ടിട്ടുണ്ടോ? ഇതല്ലാതെ വേറെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതേ ഉള്ളൂ. എവിടെ പോയാലും ഗുഹകൾ. ഉംറക്ക് പോയ ആളുകൾക്കറിയാം, ഇത് പണ്ടുണ്ടായിട്ടില്ല, ഇതിപ്പോ തുടങ്ങിയതാണ്, കുറച്ചു കാലമായിട്ട് തുടങ്ങിയതാണ്. മക്കയിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനോ അല്ലെങ്കിൽ ഏത് ആവശ്യത്തിനുമാവട്ടെ അവിടെ ടണലുകൾ വരാൻ തുടങ്ങിയാൽ, നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് കോട്ടിക്കുളം കഴിഞ്ഞുടനെ ഒരു ടണലുണ്ട്. അതുപോലെ ടണലുകൾ മക്കയിൽ വരുന്നത് നിങ്ങൾ കാണാൻ ഇടയായാൽ, ജമ്മു കാശ്മീരിലൊക്കെ പോയാലേ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ടണലിൽ തന്നെ പോവാം. വെളിച്ചം കാണൂല, ടണലിൽ തന്നെ പോവാൻ ട്രെയിനൊക്കെ, വാഹനങ്ങളൊക്കെ.
ഇങ്ങനെ ഒരു കാലം മക്കയിലേക്ക് കടന്നു വന്നാൽ മക്കയിലുള്ള പർവ്വതങ്ങളെക്കാളും ഉയർച്ചയിൽ അവിടെയുള്ള ബിൽഡിങ്ങുകൾ കടന്നു വന്നാൽ, മക്കയിലുണ്ട് ഒരുപാട് പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളെക്കാളും ഉച്ചിയിൽ അവിടെയുള്ള ബിൽഡിങ്ങുകൾ ഉയർന്നു വന്നാൽ ഏത് സാഹചര്യത്തിലാണ് അള്ളാഹുവിന്റെ ഹബീബ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. ഏത് സാഹചര്യത്തിലാണ് അള്ളാഹുവിന്റെ ഹബീബ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് 15 വയസ്സുള്ള ഒരു കുട്ടി ചാടിയാൽ വീടിന്റെ റൂഫിലേക്ക് കയ്യെത്തുമായിരുന്നു. അങ്ങനെയുള്ള വീടുകളിലായിരുന്നു ഹബീബും സഹാബാക്കളും താമസിച്ചിരുന്നത്. ഓലമേഞ്ഞ വീടുകൾ, മണ്ണ് തേച്ച വീടുകൾ, ഈന്തപ്പനയുടെ മട്ടലുകൾ കൊണ്ടുണ്ടാക്കിയ വീടുകൾ. ആ വീട്ടിൽ നിന്ന് 15 വയസ്സ് മാത്രം പ്രായമുള്ള ആളുകൾ ഒന്ന് ചാടിയാൽ അവരുടെ കൈകൾ റൂഫിലേക്ക് തട്ടുമായിരുന്നു. ഇന്ന് ഞങ്ങളുടെ വീടിന്റെ കഥ എന്താ? നല്ലൊരു ഐറ്റം വെറ്റുള്ള ഒരാള് ചാടിയ അവിടെ എത്തോ? എവിടെ? നമ്മുടെ വീടിന്റെ റൂഫ് തൊടാൻ പറ്റുമോ? മച്ച് റൂഫ് നമ്മളെന്താ പറയല്? എന്താ പറയല്? സീലിംഗ് തൊടാൻ പറ്റുമോ? നമ്മൾക്ക് കസേര വെച്ച് ചാടിയവരെ നമ്മൾ എത്തൂല ഇപ്പൊ, അല്ലെ? നമ്മൾ നല്ലൊരു ഐറ്റുള്ള ഒരാള് കസേര വെച്ച് ചാടിയവരെ അവിടെ എത്തൂല. എന്നാ നബിത്തങ്ങളുടെ കാലത്ത് എങ്ങനെ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഒന്ന് ചാടിയ അവരുടെ കൈകളെത്തും. എന്ന് വെച്ചാല് കുറച്ചൊക്കെ ഹൈറ്റുള്ള ആളുകൾ ഇങ്ങനെ കുനിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ. അതായിരുന്നു അവരുടെ വീട്. പല വീടുകളിലും കിടന്നുറങ്ങിയാൽ കാല് പുറത്തായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, പ്രവിശാലമായി നീണ്ടുകിടക്കുന്ന എത്രയോ ഉന്നതിയിലേക്ക് ഉച്ചിയിലേക്ക് വളർന്ന് പന്തലിച്ചിരിക്കുന്ന പർവ്വതങ്ങളെക്കാളും മുകളിൽ ബിൽഡിങ്ങുകൾ കടന്നു വന്നാൽ എങ്ങനെ ആലോചിക്കാൻ പറ്റിയെന്ന് നമ്മൾ പറയും, അല്ലെ? ഒരു നില വീടുകൾ, 2 നിലയുള്ള വീടുകൾ അപൂർവം. അതുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു നില വീട് പോലും കവച്ചു വെക്കൂല. അങ്ങനെ ഒരു കാലം, ആ ഒരു കാലത്ത് നിന്ന് 14 നൂറ്റാണ്ട് മുമ്പ് നബിതങ്ങൾ പറയുന്ന വാക്കാണ്. ഇവിടെയുള്ള ഉഹുദ് മല, ഇവിടെയുള്ള ജബൽ അബി ഖുബൈസ്, ഈ ജബൽ അബി ഖുബൈസിനെക്കാളും മുകളിലേക്ക് ബിൽഡിങ്ങുകൾ വന്നാൽ സ്വഹാബാക്കൾക്ക് ഇതിൽ സംശയം വന്നില്ല. എന്തേ? സമഅനാ വഅതഅനാ, നബിതങ്ങൾ എന്ത് പറഞ്ഞാലും മനസാ വാച അംഗീകരിക്കുന്ന ആളുകളാണ് അവർ. അവർക്ക് ഹബീബിൽ വല്ലാത്ത വിശ്വാസമായിരുന്നു, അവർക്ക് സംശയമില്ല. നമ്മളോട് പറഞ്ഞാലോ നമ്മൾക്ക് സംശയം ഉണ്ടാകും. അങ്ങനെയൊക്കെ നടക്കും നബിയെ? നമ്മളങ്ങനെ പറയും പുസ്തകം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇതൊക്കെയാണ് വിടുകയാണോ, അങ്ങനെയൊക്കെ ഉണ്ടോന്ന്, അല്ലെ? നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ചിലപ്പോ. ഹബീബിന്റെ ഹദീസുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾക്ക് വേണമെങ്കിൽ ഒരു തെളിവുണ്ട്. മസ്ജിദുൽ ഹറാമിന്റെ കിഴക്ക് ഭാഗത്തുണ്ട് ജബലു അബീ ഖുബൈസ്. ആ ജബലു അബീ ഖുബൈസിന്റെ പർവ്വതം ഉയരം 420 മീറ്ററാണ്. ജബലു അബീ ഖുബൈസ് എന്ന പർവ്വതത്തിന്റെ ഉയരം 420 മീറ്ററാണ്. എന്നാൽ ക്ലോക്ക് ടവർ, മക്ക എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരെ ക്ലോക്ക് ടവറാണ്. ജിദ്ദയിൽ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോ ആദ്യം നമ്മൾ കാണുന്നതും ക്ലോക്ക് ടവറാണ്. എത്ര ദൂരത്തിൽ നിന്നും ക്ലോക്ക് ടവർ കാണും. എന്തേ? അങ്ങനൊരു ബിൽഡിംഗ് അവിടെ വന്നിട്ടുണ്ട്. മക്ക നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയേ, ആദ്യം കാണാൻ ക്ലോക്ക് ടവർ ആയിരിക്കും. കഅബ, ക്ലോക്ക് ടവർ, ഇതൊക്കെ കാണാം. നബി തങ്ങൾ പറഞ്ഞതുപോലെ മസ്ജിദുൽ ഹറാമിന്റെ കിഴക്ക് ഭാഗത്തുള്ള ജബൽ അബീ ഖുബൈസ് എന്ന പർവ്വതത്തിന്റെ ഉയരം 420 മീറ്റർ ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള ക്ലോക്ക് ടവറിന്റെ ഉയരം 595 മീറ്ററാണ്. 595 മീറ്ററാണ്. എത്ര മീറ്റർ അധികം? 175 മീറ്ററോളം വലുപ്പമാണ് ഈ ക്ലോക്ക് ടവറിനുള്ളത്. ഇങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ഫഅലം, നിങ്ങൾ അറിയണേ, അന്നൽ അംറ ഖദ് അളല്ലക, കാര്യം അസ്തമിക്കാൻ പോവുകയാണ്. ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. കാര്യം കഴിഞ്ഞു. ലോകത്തിന്റെ സമയം കഴിഞ്ഞു, അന്ത്യനാളെടുത്തു. മഹ്ദി ഇമാമിന്റെ ആഗമനവും ദജ്ജാലിന്റെ ആഗമനവും ഒരുപാട് വിദൂരത്തല്ല. അതൊക്കെ താമസിയാതെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാനിടയുണ്ട്. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് ഈ നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ്, നമ്മളത് കണ്ണുകൊണ്ട് കാണുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ആരുടെ ഈമാനിനാ ശക്തി വേണ്ടത്? സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനേക്കാളും ശക്തി 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തുള്ള നമ്മുടെ ഈമാനിന് ഉണ്ടാവണം. എന്റെ സിദ്ദീഖ് തങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടേയുള്ളൂ. നമ്മൾ കേൾക്കുകയും ചെയ്തു, നമ്മൾ കാണുകയും ചെയ്തു. ആരാണ്? സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്,
ആരാണ് ആ മുത്തുനബി? ആ ഹബീബിനെ കൊണ്ടാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോ നമ്മുടെ ഹൃദയം കിടുകിടാ വിറക്കണം, പേടിക്കണം നമ്മളൊക്കെ. വഇദാ തുലിയത് അലൈഹിം ആയാതു. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നോരോന്നായി കേൾപ്പിച്ചു തരുമ്പോ സാദതുഹും ഈമാന. നമ്മുടെ ഈമാൻ വർദ്ധിക്കണം ചെറുപ്പക്കാരാ. ഇത് കേട്ടുപോയാൽ പോരാ, ഇത് കേട്ടുപോയാൽ പോരാ. ഇതൊക്കെ കേൾക്കുമ്പോ ഹബീബിനോടുള്ള സ്നേഹം വർദ്ധിക്കണം, ഇസ്ലാമിലുള്ള വിശ്വാസം വർദ്ധിക്കണം, അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിക്കണം. ഇത് പറഞ്ഞു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ വാക്കുകൾ നമ്മുടെ കണ്ണിന്റെ മുന്നിലൂടെ ഓരോന്നോരോന്നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഈമാൻ വർദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എന്നാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കുക? അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുത്തല്ലോ, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഫിർഔനെ, നിന്റെ ഡെഡ് ബോഡി ഞങ്ങൾ സൂക്ഷിക്കുകയാണ്. അല്ലാഹു പറഞ്ഞ വാക്കാണ്. 4000 വർഷം മുമ്പ് മൂസാ നബിയുടെ കാലത്ത് പടച്ചോൻ പറയാണ്, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ ശേഷമുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമാവാൻ, ഒരടയാളമാവാൻ, നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഇസ്ലാമിലുള്ള വിശ്വാസം അടിയുറച്ച വിശ്വാസമാകാൻ, ഈമാനിക ശക്തിയും ഈമാനിക ആവേശവും വർദ്ധിക്കാൻ. ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ ശേഷം വരുന്ന ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് ഫിർഔനെ, നിന്റെ ഡെഡ് ബോഡി ഞാൻ സൂക്ഷിക്കുമെന്ന് 4000 വർഷം മുമ്പ് അല്ലാഹു തആല പറഞ്ഞപ്പോ ഇതാരാ പറയുന്നത്? നബി തങ്ങള് സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുത്തു, ഫിർഔന്റെ ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട് എന്ന്. സ്വഹാബാക്കള് ആരെങ്കിലും ചോദിച്ചോ, നബിയെ എവിടെയാണ്? നിങ്ങൾ പറഞ്ഞു ഫിർഔനിന്റെ ഡെഡ് ബോഡി ഉണ്ടെന്ന്. 4000 വർഷം മുമ്പ് മരിച്ചുപോയ ഫറോവയുടെ ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ എന്ന് ഒരു സഹാബി പോലും ചോദിച്ചില്ല. എന്തേ? സമയനാ വഅതഅനാ. അവർക്ക് ഹബീബിനോടുള്ള വിശ്വാസം അത്രയ്ക്കും വിശ്വാസമായിരുന്നു. നബി തങ്ങൾ ഒരു വിഷയം പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ആളായിരുന്നവർ. അവർക്ക് സംശയം ഉണ്ടായില്ല. നബിനെ കാലക്രമേണ നമ്മളെ പോലെയുള്ള വിശ്വാസം കുറഞ്ഞു വരുന്ന ആളുകൾ വന്നപ്പോ ഇന്നിതാ ഫിർഔനിന്റെ ഡെഡ് ബോഡി ഒരു പോറലില്ലാതെ നദിയിൽ നിന്നെടുത്തു. എന്നിട്ട് കൈറോയിലെ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കാൻ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കണ്ടേ? ഇത് കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കണ്ടേ? ഇത് കണ്ടെടുത്ത ശേഷമല്ലോ ഈ ആയത്തിറങ്ങിയത്. ഇത് കണ്ടെടുത്ത ശേഷം, ഈ ഡെഡ് ബോഡി കണ്ടെടുത്ത ശേഷമല്ല ഈ ആയത്തിറങ്ങിയത്. ഈ ഡെഡ് ബോഡി കണ്ടെടുക്കുന്നതിന് 1400 വർഷം മുമ്പ് ആയത്തിറങ്ങി, ഫിർഔനെ നിന്റെ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നുണ്ട് എന്ന്. നമ്മൾക്ക് സംശയാലുക്കളായ, ഈമാനിലും ഇസ്ലാമിലും വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ആളുകൾ കടന്നു വന്നപ്പോ നിങ്ങൾ അങ്ങനെ പുറകോട്ട് പോവല്ലേ? ഇതാ നിങ്ങൾക്ക് ചില തെളിവുകൾ. ഫിർഔനെ കാണുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. കണ്ട ആളുണ്ടാണെങ്കിലും ഫോട്ടോ അല്ലാതെ ഡയറക്റ്റ് പോയി കണ്ട ആളുകളുണ്ട്. ടൂറൊക്കെ പോവും ഇടക്കിടക്ക്. പൈസ കുറെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമൊന്നുമില്ല. മരിക്കുമ്പോൾ ആരും കൊണ്ടുപോകില്ല. അത് ശ്രദ്ധിക്കണം നമ്മൾ. പൈസ കുറെ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അത് മരിക്കുമ്പോൾ ആരും കൊണ്ടുപോകില്ല. നമ്മുടെ കണ്ണീത്ത് ഇസ്ലാമിക് അക്കാദമിയുടെ അവിടെ ദീനി സ്ഥാപനമാണ്. എന്തെങ്കിലും കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നാളെ ആഖിറത്തിൽ ഖബറിലേക്ക് വരും. നോർത്ത് പോകണം. നമ്മുടെ അഷ്റഫ് പള്ളിക്കണ്ടം സാഹിബ് മൂപ്പർ ഇവിടെ ഉണ്ടോ? പോയോ? മൂപ്പർക്ക് ഇഷ്ടമുണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഇതുപോലെ ആ ഒരു 2-3 ഏക്കർ സ്ഥലം കൊടുത്ത നമ്മുടെ അബ്ദുൽ ഖാദർ സാഹിബ്. അബ്ദുൽ ഖാദർ എന്നല്ല പേര്? അബ്ദുറഹ്മാൻ സാഹിബ്. ഞാൻ എന്നും ഓർക്കാറുണ്ട്. ദീനിന് വേണ്ടി ഏറ്റവും ഇവിടത്തെ വിറ്റ 1 ലക്ഷം എന്നല്ല. എത്ര ബദർക ടൗണിൽ വില എത്രയാണ്? ഇവിടെ പിലാങ്ങട്ടയിലുണ്ട് 1 ലക്ഷം രൂപ. ഇവിടെ എത്രയെന്ന് എനിക്കറിയില്ല. ടൗണിൽ എത്ര വില? 5 ലക്ഷം, 10 ലക്ഷം. ആ ഒരു ബദിയടുക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ 2 ഏക്കറയോളം ഒരു ദീനി സ്ഥാപനത്തിന് വേണ്ടി ഒരാൾ കൊടുക്കാന്ന് പറഞ്ഞാല് എന്തൊരു ഈമാനായിരിക്കും, എന്തൊരു ഈമാനായിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഒരു സെന്റിന് 10, 5, 15 ലക്ഷമുള്ള ഒരു സ്ഥലം 2 ഏക്കറയോളം കൊടുക്കുക. ഏതേപോലെ നമ്മളെ പോലെയുള്ള ഉപ്രങ്ങളത്ത് ഉള്ളിലുള്ള ഒരു സ്ഥലമല്ലല്ലോ അല്ലെ? അവിടെ കൊടുത്ത പിന്നെ ഏകദേശം 45-50 ഒക്കെ കിട്ടുള്ളൂ. ഇവിടെ 5 ലക്ഷം കിട്ടുക. അപ്പൊ എത്ര ഈമാനായിരിക്കും ആ ഈമാൻ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടത്തിലേക്ക് അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നൽകട്ടെ. ദുആ ചെയ്യണ്ടാവില്ല, അല്ലാതെ തന്നെ അല്ലാഹു സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മരിച്ചുപോയ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവരുടെ ഖബറിടം സ്വർഗീയമാവട്ടെ.
കുടുംബത്തിലും ബിസിനസ്സിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ അഷ്റഫ് അള്ളാഹു അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഖൈർ ചെയ്യട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ടാകും. ഞാൻ പേര് പറഞ്ഞു, എനിക്ക് 2 പേര് അറിയാം, അതുകൊണ്ടാണ്. ഒരുപാട് ആളുകൾ, ഇഷ്ടംപോലെ ആളുകൾ ദുബായിൽ നിന്നും UAE നിന്നും മാസത്തില്, നിങ്ങൾ ദുബായിലല്ലേ? അഷ്റഫ് നിങ്ങൾ അബുദാബി അഷ്റഫ് നിങ്ങൾ മാസത്തിൽ 1,50,000 മാസം അയച്ചുകൊണ്ടിരിക്കാൻ. എന്തിന്? ഇവർക്ക് ആ ചോര നീരാക്കി വിയർപ്പ് തുള്ളികൾ, ഓരോ വിയർപ്പ് തുള്ളികളും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. 50,000 മാസത്തിൽ നിങ്ങൾ കണ്ണിത്ത് അക്കാദമിക്ക് കൊണ്ടേക്കാണ്. എവിടെ നിന്ന്? ദുബായിൽ നിന്ന്, അബുദാബിയിൽ നിന്ന്, ഖത്തറിൽ നിന്നൊക്കെ. നമ്മുടെ നാട്ടിൽ വലിയ വലിയ മുതലൊക്കെ ഉണ്ടായിട്ട് 5 പൈസ നമ്മൾ കൊടുത്തില്ലെങ്കിലും മോശമല്ലേ? നമ്മൾ മരിച്ചു പോകും, ഒന്നും കൊണ്ടുപോകില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഖബറിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് ചോദിക്കാനൊന്നും നിൽക്കരുത്, നമ്മൾ അങ്ങോട്ട് പോയിട്ട് സഹകരിക്കുക. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ സ്നേഹം തന്നെയാണ്. ഒരാളും പ്രതീക്ഷിക്കാത്ത അഭൂതമായ ഒരു വളർച്ചയാണ് നമ്മുടെ കണ്ണിയത്ത് ഇസ്ലാമിക് അക്കാദമിക്ക് ഉണ്ടായത്. ഒരാളും സ്വപ്നം പോലും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വളർച്ച ഈ സ്ഥാപനത്തിനുണ്ടാകുമെന്ന്. ആരാ വിചാരിച്ചത്? അത് കുറ്റിയിടൽ കർമ്മം നടക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടാവില്ല. 4-5 വർഷം കഴിയുമ്പോൾ മാഷാ അല്ലാഹ് ഔന്നിത്യത്തിന്റെ ഉച്ചിയിലേക്ക് എത്താൻ ആ ഒരു സ്ഥാപനത്തിന് കഴിഞ്ഞത് ബദിയെടുക്കക്കാരായ സ്നേഹനിധികളായ നിങ്ങളെ പോലെയുള്ള ആളുകളെ കൊണ്ടാണ്. അത് ഉറപ്പാണ്. അള്ളാഹു നിങ്ങൾ സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിജയികളിൽ പെടുത്തട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സമ്പത്തൊരാളും ഖബറിലേക്ക് കൊണ്ടുപോകൂല. നിങ്ങൾക്കൊക്കെ അറിയുന്നൊരു കഥയാണ്, ഞാൻ ഓർത്തുപോവാൻ. ഉണ്ടൊരാള് വലിയ മുതലാളിയാണ്. അദ്ദേഹം മരിക്കുമ്പോ ഒരു വസിയത്ത് നൽകി, മകനോടൊരു വസിയത്ത് നൽകി, ഞാൻ മരിച്ചാൽ എന്നെ കഫൻ ചെയ്യുന്ന സമയത്ത് ആളുകളൊക്കെ ഒരുമിച്ചുകൂടി എന്നെ കഫൻ ചെയ്യുമ്പോ എന്റെ കാലിലേക്ക്, 2 കാലിലേക്കും ഓരോ സോക്സുകൾ കയറ്റിയിട്ടേ എന്നെ മറമാടാൻ പാടുള്ളൂ, കഫൻ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു മുതലാളി എന്റെ മകന് വസിയത്ത് നൽകാൻ. അദ്ദേഹം മരിച്ചു. പള്ളിയിൽ ഉസ്താദ് വന്നു, പള്ളിയുടെ നാടിന്റെ പ്രഗത്ഭരായ ആളുകൾ വന്നു. അങ്ങനെ അവരൊക്കെ വന്നപ്പോ കഫൻ ചെയ്യാൻ വേണ്ടി 3 കഷ്ണം തുണി വെച്ചപ്പോ മകൻ 2 സോക്സുമായി കടന്നു വന്നിട്ട് ഉപ്പയുടെ കാലിലേക്ക് ഉറയിങ്ങനെ കയറ്റാൻ. എന്താണ് ഈ ചെയ്യുന്നത്? ഉപ്പയുടെ വസിയത്താണ്, അത് നടക്കൂല. ഇങ്ങനെ ഒരു സോക്സിടൽ കർമ്മം ഇസ്ലാമിൽ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. വലിയൊരു രംഗമുണ്ടായി. ആ സമയത്താണ് ഈ മരിച്ചുപോയ മുതലാളിയുടെ സുഹൃത്തൊരു കത്തുമായി കടന്നു വരുന്നത്. ഞാൻ മരിച്ചാൽ ഇങ്ങനൊരു മകന് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ കത്തുമായി വന്നു. മകൻ കത്ത് വായിച്ചു. ഒപ്പെഴുതുകയാണ്, പൊന്നുമോനെ, എനിക്കൊരുപാട് സമ്പത്തുണ്ട്, ഞാൻ വലിയ കോടീശ്വരനാണ്. ഞാൻ മരിച്ചു പോയപ്പോ എന്റെ മുതലിൽ നിന്ന് ഒരു സോക്സ് പോലും ഖബറിലേക്ക് കൊണ്ടുപോവാൻ നാട്ടുകാർ അനുവദിച്ചില്ല. ഞാൻ മരിച്ചു പോയപ്പോ എന്റെ ഇത്രയും വിശാലമായി കിടക്കുന്ന കോടിക്കണക്കിന് മുതലിൽ നിന്ന് എക്സ്ട്രയായി 3 കഷ്ണം തുണിയല്ലാതെ ഒരു സോക്സ് പോലും ഖബറിലേക്ക് കൊണ്ടുപോവാൻ നാട്ടുകാരും കുടുംബക്കാരും സമ്മതിച്ചില്ല. ഇതേ ഒരവസ്ഥയാണ് നിനക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് സമ്പത്ത് ദൂർത്തടിക്കല്ല, ദീനിന് വേണ്ടി ചെലവഴിച്ചോ എന്ന് പറഞ്ഞ് ലോകത്തോട് മരിച്ചു പോയവരാണ്. ഇതാണ് എല്ലാ മനുഷ്യന്മാരുടെയും കഥ. ഇതാണ്. അതുകൊണ്ട് ദീനിയായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മൾ സഹായിച്ചാലോ അവിടെ എത്ര കാലം ആളുകൾ പഠിക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ഖബറിലേക്ക് കടന്നു വരും. ഇൻഷാ അല്ലാഹ് ഈ മാസം ഡിസംബർ 29, 30, 31, ജനുവരി 1 കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയുടെ ആണ്ട് നേർച്ച നടക്കാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ എല്ലാവരും വന്ന് സഹകരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞു വന്നത്, ഇടയ്ക്കിടെ ഒരു ടൂറൊക്കെ പോകുന്നത് നല്ലതാണ്. എന്തിന്? നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയിൽ വികാസമുണ്ടാവാൻ, ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാൻ, അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ കാണാൻ. ആകെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക്, വീഗലാൻഡ് പോവാ, വണ്ടർലയിൽ പോവാ, ആനങ്ങാട് ബീച്ചിൽ പോവാ, ഇതല്ല ടൂറ്. ടൂർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഭൂമിയുടെ എല്ലാ മേഖലകളിലേക്കും നിങ്ങൾക്കൊന്ന് സഞ്ചരിച്ചുകൂടെ? അവിടെയുണ്ട് അള്ളാഹു ചില ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ട്. ആ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോ നിങ്ങളുടെ ഈമാനിന് വർധനവുണ്ടാവണം. അള്ളാഹു നമ്മുടെ ഈമാൻ മരണം വരെ മുസ്ലിമായി ഈമാനോടുകൂടി ജീവിക്കുവാനും മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോരോ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയം നമ്മൾക്ക് അതിക്രമിച്ചിട്ടില്ലേ? അങ്ങനെ ഇരിക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് യാതൊരു സംശയമില്ലാതെ വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞു തന്ന ആ ഹബീബിന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയാണ്.
ഹബീബിന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. എന്തേ ഇങ്ങനൊരു ആഘോഷം വേണോ? ആളുകളുടെ ചർച്ചയാണിതൊക്കെ. ഇങ്ങനൊരു നബിദിന ആഘോഷം ആവശ്യമുണ്ടോ? ഇങ്ങനൊരു റാലിയുടെ ആവശ്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ സന്തോഷിക്കേണ്ട ആവശ്യമുണ്ടോ? ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പിലൂടെ വീഡിയോകൾ വരാൻ, ഫേസ്ബുക്കിലൂടെ ആളുകൾ ബിദ്അത്തുകാരുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയാണ്, കവലപ്രഭാഷണങ്ങൾ നടത്തുകയാണ്. ഒരൊറ്റൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൊടിയ ശത്രുവാണല്ലോ അബൂ ലഹബ് എന്ന് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ذات ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. ആരാണ് അബൂ ലഹബ്? അബൂ ലഹബ് നശിച്ചിരിക്കുകയാണ്. തബ്ബത് യദാ അബീ ലഹബ് വതബ്. അബൂ ലഹബ് നശിച്ചിരിക്കുകയാണ്. അബൂലഹബിന്റെ മക്കളും അവന് ഉപകാരപ്പെട്ടില്ല. എന്നാൽ അബൂലഹബിന്റെ ഭാര്യയോ അവളും നശിച്ചിരിക്കുകയാണ്. ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിൽ അബൂലഹബ് പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോ അബൂലഹബ് നരകത്തിലാണെന്ന് ഉറപ്പായില്ലേ? അബൂലഹബ് എങ്ങനെ മരിച്ചെന്നറിയോ? അബൂലഹബ് നബി തങ്ങളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ചവരാണ്. നബി തങ്ങൾക്ക് എങ്ങനെയൊക്കെ വേദന നൽകാൻ പറ്റോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അബൂലഹബിന്റെ മകൻ നബി തങ്ങളുടെ മുഖത്തേക്ക് തുപ്പിയിട്ടുണ്ട്. നബി തങ്ങളുടെ മുഖത്തേക്ക് തുപ്പിയിട്ടുണ്ട്. നബി തങ്ങൾ ഇപ്പോൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബിക. നബിയെ, ഒരു അല്ലാഹുവേ, ഒരു വന്യമൃഗത്തെ കൊണ്ട് ഇയാളെ നീ നശിപ്പിക്കണേ എന്നൊരു ദുആ നബി തങ്ങൾ ചെയ്തു. അത് പറയാൻ കാരണമുണ്ട്. നബി തങ്ങൾ അങ്ങനെ പ്രതികരിക്കാറില്ല. ഖുർആനിനെ പറഞ്ഞു, നിന്റെ ഖുർആനിൽ എനിക്ക് വിശ്വാസമില്ല. മാ ളല്ല സാഹിബുകും വമാ ഗവാ. നിങ്ങളുടെ ഖുർആനിൽ എനിക്ക് വിശ്വാസമില്ല. അത് കവിതയാണ്, അത് കവിതയാണ്, നീ കെട്ടിച്ചമച്ചതാണ്. നിന്റെ ഖുർആനിലോ നിന്റെ റബ്ബിലോ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു ഹബീബിന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഒരു ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബിക. അല്ലാഹുവേ, വന്യമൃഗത്തെ കൊണ്ട് ഇയാളെ നീ നശിപ്പിക്കണേ അല്ലാഹ്. എന്ത് സംഭവിച്ചു എന്നറിയോ? ഒരു യാത്ര പോവാണ്, കച്ചവടത്തിന് വേണ്ടി യാത്ര പോകുമ്പോ സിംഹങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു സ്ഥലത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നത്? ഇവിടെ ആട് മേഞ്ഞ് നടക്കുന്ന പോലെയാണ് സിംഹങ്ങൾ ഇവിടെ നടക്കുന്നത്. ഇത് കണ്ടപ്പോ അബൂലഹബ് മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്, മുഹമ്മദിന്റെ ദുആഇന് ഉത്തരം സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ മദ്യത്തിലായ അബൂലഹബിന്റെ മകൻ കിടന്നുറങ്ങി. കൂടെയുള്ള ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ അബൂലഹബിന്റെ തൊട്ടടുത്തായി എല്ലാവരും കിടന്നുറങ്ങി. അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധന സാമഗ്രികളൊക്കെ ചുറ്റും വെച്ചു ഒരു മതിലായി. എന്നിട്ട് അവരുടെ മൃഗങ്ങൾ, ഒട്ടകങ്ങൾ, അവരുടെ കുതിരകളൊക്കെ ഇവർക്ക് ചുറ്റുമായി കെട്ടിയിട്ടു. എന്നിട്ട് സേഫായി കിടന്നുറങ്ങി. പക്ഷേ നബി തങ്ങളുടെ പ്രാർത്ഥനയാണ്, സിംഹം കടന്നു വന്നു. ആദ്യം മൃഗത്തിന്റെ മുകളിലൂടെ ചാടി സാധന സാമഗ്രികളുടെ മുകളിൽ നിന്നിട്ട് കിടന്നുറങ്ങുന്ന എല്ലാവരെയും നോക്കി മധ്യത്തിലായി കിടക്കുന്ന അബൂലഹബിനെ ലക്ഷ്യം വെച്ചു. അബൂലഹബിന്റെ തല പിളർന്നു, കൊന്നുകളഞ്ഞു. നബി തങ്ങളുടെ ദുആയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കണ്ടേ? അബൂലഹബ് എങ്ങനെ മരിച്ചു? അബൂലഹബ് വളരെ മോശമായിട്ട് ശരീരത്തിൽ എന്തോ ഒരു രോഗം വന്നു, ശരീരത്തിൽ പുഴുക്കളെല്ലാം കയറി. അബൂലഹബ് മരിച്ചു പോകുമ്പോ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുമായിരുന്നു. ആളുകൾ ആരും അടുത്തില്ല, ആരും അടുത്തു പോയില്ല. അവസാനം വലിയൊരു കുഴിയുണ്ടാക്കി, വലിയൊരു കുന്തം കൊണ്ടുവന്നിട്ട് കുന്തത്തിൽ ഇങ്ങനെ ഒക്കിയെടുത്തിട്ട് കുഴിയിലിട്ടു. തൊട്ടിട്ടില്ല ആളുകൾ. അത്രയും ദൂരെ അകലെ നിന്നിട്ടാണ് അബൂലഹബിനെ കുഴിയിലേക്ക് മറമാടിയത്, കബറിലേക്ക് മറമാടിയത്, കോലുകൊണ്ട് തട്ടിയിട്ടുന്ന. അങ്ങനെ മരിച്ചത്. ഈ അബൂലഹബിന് അല്ലാഹു നരകലോകത്തൊരു സന്തോഷം നൽകുന്നുണ്ട്, നരകലോകത്തൊരു സന്തോഷം നൽകുന്നുണ്ട്. അബൂലഹബിന്റെ മരണശേഷം ഒരാൾ സ്വപ്നം കാണുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന സംഭവമാണിത്. കളവാണെന്ന് പറയാൻ പറ്റോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന സംഭവമാണിത്. അബൂലഹബിന്റെ മരണശേഷം അബൂലഹബിനെ ഒരാൾ സ്വപ്നം കണ്ടപ്പോ, എന്താണ് നിന്റെ അവസ്ഥ, മരണശേഷമുള്ള കഥകൾ എന്താ? അപ്പോഴാണ് അബൂലഹബ് പറയാൻ തുടങ്ങിയത്, എന്റെ കാര്യം കഷ്ടം തന്നെ, നരകത്തിലാണ്, വല്ലാത്ത കഷ്ടമാണ്
എന്റെ ജീവിതം. പക്ഷേ എല്ലാ തിങ്കളാഴ്ച രാത്രിയിലും എന്റെ വിരലുകളുടെ ഇടയിലൂടെ കുളിർമയുള്ള ഒരു പാനീയം വരാറുണ്ട്. എല്ലാ തിങ്കളാഴ്ച രാത്രിയിലും ഒരു ആശ്വാസം ലഭിക്കാറുണ്ട്. അതെന്തേ? അപ്പോഴാണ് അബൂ ലഹബ് പറഞ്ഞത്, അതിന് കാരണമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ ജനിച്ചപ്പോ എന്റെ അടിമ സ്ത്രീയെ ഞാൻ മോചിപ്പിക്കുകയുണ്ടായി. അന്ന് റസൂലുള്ളാഹി തങ്ങൾ പ്രവാചകനല്ല, മുഹമ്മദാണ്, പ്രവാചകനായിട്ടില്ല. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈൻ നീ വൽ ഫരീഖൈനി മിൻ അറബിൻ വമിൻ അജമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം ലലമതു സുന്നത മൻ അഹ്യ الظلام إلى أن اشتكت قدما كل من برمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ റൗളയിലേക്ക് നമ്മുടെ സ്വലാത്ത് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വെള്ളിയാഴ്ച ദിവസം ആരാണോ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്തിന് അർഹനാണവൻ. അല്ലേ? വിധങ്ങൾ എന്താ പറഞ്ഞത്? മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്നെ ഒരാൾ സ്നേഹിച്ചാൽ എന്റെ കൂടെയാണ് അയാൾ സ്വർഗ്ഗത്തിൽ ഉണ്ടാവുക. വിധങ്ങൾ സ്നേഹിച്ചാൽ വിഷയം വരുന്നുണ്ട്, സമയം അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്നെ ഒരാൾ സ്നേഹിച്ചാൽ അവൻ എന്റെ കൂടെയാണ് നാളെ സ്വർഗ്ഗത്തിൽ. സ്നേഹിച്ചാൽ മതി. സ്നേഹത്തിനൊരു ലിമിറ്റേഷൻ ഇല്ല, ഒരു പരിധിയില്ല, ഒരു ബൗണ്ടറി ഇല്ല. സ്നേഹത്തിനൊരു പരിധിയില്ല. ചില ആളുകളെ ഒരുപാട് കാലം കഴിഞ്ഞ് കണ്ടുമുട്ടുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ വെരിഞ്ഞു മുറുകും. ഒരു പക്ഷേ അയാൾക്കാരുടെ വാരിലടക്കം പൊടിയെ പോകും. എന്നിട്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? പ്രശ്നമാക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്, സ്നേഹത്തിലാക്കിയാണ്. എന്നാ പിന്നെ ഒരു ശത്രുവിനെ കണ്ടു പിടിച്ചിട്ട് ഒരു കുത്തു കൊടുത്തു, അപ്പൊ കേസ് കൊടുക്കുകയാണ്. ഇത് കേസ് കൊടുക്കൂല. എന്തേ? സ്നേഹമാണ്. സ്നേഹത്തിനൊരു ലിമിറ്റില്ല. ചില ആളുകൾ വേല കഴിഞ്ഞിട്ട് പോകുമ്പോ കൈ പിടിക്കാറുണ്ട്. പടച്ചോനെ, ചില ആളുകൾ പിടിച്ചിട്ട് നിൽക്കും. ഇവിടെ ഒരു മോതിരുണ്ട്, ആ മോതിരം വെച്ച് നമ്മളെ കൈ വേദനിക്കും. നമുക്കൊന്നും പറയാൻ പറ്റുമോ? മാഷ, ഇതൊരുപാട് അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. കൈ പിടിച്ചിട്ടൊരു ഞെക്കലുണ്ട്. ചില ആളുകൾ ഞെക്കുമ്പോ ഈ മോതിരം ഇവിടെ തട്ടിയിട്ട് കൈ വേദനിക്കും. നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല. സ്നേഹത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഒരു സ്നേഹത്തിനൊരു ലിമിറ്റില്ല, സ്നേഹത്തിനൊരു ബൗണ്ടറി ഇല്ല. പക്ഷെ സ്നേഹം ആഭാസമാവരുത്. സ്നേഹമെന്ന് പറഞ്ഞ് റബീഉൽ അവ്വലിന് ചെറുപ്പക്കാര് ബുള്ളറ്റ് എടുത്തിട്ട് ഒച്ചപ്പാടുണ്ടാക്കി, സ്മോക്ക് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, നാടാകെ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കി, ഒച്ചപ്പാട്, ഹോണടിച്ചിട്ട് നമ്മുടെ അങ്ങാടി, നമ്മുടെ ബദിയർക്ക ടൗൺ ഒന്ന് തുറ്റിയാൽ അപകടമാണത്, പ്രശ്നമാണ്. ചെറുപ്പക്കാരെ സ്നേഹമൊക്കെ വേണം, പക്ഷെ ആഭാസമാവരുത്. ആഘോഷം മതിൽ കിടക്കരുത്. സ്നേഹത്തിന് ലിമിറ്റില്ല, പക്ഷെ ആളുകളെ ദ്രോഹിക്കുന്ന സ്നേഹമാവരുത്. അതാണ് സ്നേഹത്തിന്റെ ഒരു പര്യായം, ആവശ്യം. അങ്ങനെയാണ് നമ്മൾക്ക് ചർച്ച ചെയ്യാൻ പറ്റുക. സ്നേഹം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രകടിപ്പിക്കാം, പക്ഷേ സ്നേഹം ഇസ്ലാമികമായി തെറ്റാവരുത്, ഇസ്ലാം അംഗീകരിക്കാത്ത വിഷയങ്ങളിലൂടെ ആവരുത്. അബൂലഹബിന് സന്തോഷം ലഭിക്കാനുള്ള കാരണം, അബൂലഹബ് അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ചു എന്നറിഞ്ഞപ്പോൾ സന്തോഷിച്ചിട്ട് തന്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു. അത് കാരണം എല്ലാ തിങ്കളാഴ്ച രാത്രിയിലും അള്ളാഹു ആക്ഷേപിച്ചുകൊണ്ട് ആയത്തിറക്കി. ഒരു വഖത്ത് നിസ്കാരം പോലും നിസ്കരിക്കാത്ത അബൂലഹബിന് അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ചു എന്ന കാരണത്താൽ സന്തോഷം ലഭിക്കുമെങ്കിൽ എന്റെ ബദിയടുക്കയിലുള്ള ചെറുപ്പക്കാരികളെ, അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ചു എന്ന കാരണത്താൽ നമ്മൾ സന്തോഷിച്ചാൽ എല്ലാ വഖത്തിലും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന, അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല, ഇത് വിശ്വസിക്കുന്ന കാലത്തോളം ഒരാൾ മുശ്രിക്കാവൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ ഒരു ദൈവമില്ല, അല്ലാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി. ഇത് വിശ്വസിക്കുന്ന ഒരാൾ മുശ്രിക്കാവൂല. അത് ഉറപ്പാണ്.
ഇത് വിശ്വസിക്കുന്ന ഒരാൾ മുശ്രിക്കാവൂല. ആര് എന്ത് മുശ്രിക്കാണ്, ശിർക്കാണ്, മറ്റതാണ്, ബിദ്അത്താണെന്ന് പറഞ്ഞ് പ്രഭാഷണം നടത്തിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം ശിർക്കിന്റെ ഒരു അംശം നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരൂല. ധൈര്യമായിട്ട് പ്രവർത്തിച്ചോളൂ. നമ്മുടെ വിശ്വാസം എന്താ? പടച്ചോൻ മാത്രമാണ് ഏകനായ ഇലാഹ്. ഇനി ആരെന്ത് സഹായിക്കുന്നുണ്ടെങ്കിലും അത് പടച്ചോൻ നൽകുന്ന സഹായം എന്നൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിലാണ് സുന്നത്ത് ജമാഅത്ത് നീങ്ങുന്നത്. അള്ളാഹുവിന്റെ കഴിവാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന നമ്മൾ മുശ്രിക്കാവൂല. പണ്ഡിതന്മാർ അബൂലഹബിന്റെ സംഭവം വെച്ചിട്ട് പറയാണ്, 5 നേരം കിബിലയിലേക്ക് നിസ്കരിക്കുന്ന, തെറ്റ് ചെയ്യാത്ത 5 നേരം കിബിലയിലേക്ക് നിസ്കരിക്കുന്ന, അല്ലാഹുവല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം സന്തോഷമായിരിക്കും നാളെ മഹ്ശറയിൽ അല്ലാഹു നൽകാൻ പോകുന്നത്. നബി തങ്ങൾ ജനിച്ചു എന്ന കാരണത്താൽ അല്ലാഹു നൽകാൻ പോകുന്ന സന്തോഷങ്ങൾ എത്രയായിരിക്കും. ഈ പടുജാഹിലിന്, ഈ അക്രമി, ഇയാൾക്ക് സന്തോഷം കിട്ടിയവൻ നമ്മൾക്ക് സന്തോഷം കിട്ടും. സന്തോഷിക്കുവീൻ, മാക്സിമം സന്തോഷിക്കുവീൻ. സ്നേഹം അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹമാണിത്. ആരാണ് ഹബീബ്? ആരാണ് ഹബീബ് നിങ്ങൾക്കറിയോ? 1000 വർഷം ഒരാൾ സുജൂദിൽ കിടന്നു. പ്രാണിയൊക്കെ വായിൽ കയറാണല്ലോ. 1000 വർഷം ഒരാൾ സുജൂദിൽ കയറി സുജൂദിൽ കിടന്നു. 1000 വർഷം പകലിൽ നോമ്പ് നോറ്റു. രാത്രിയിൽ മുഴുവനും നിന്ന് നിസ്കരിച്ച ഒരാളാണോ? നിന്ന് നിസ്കരിച്ച ഒരാൾക്കാണോ? അല്ല, ഒരു സെക്കൻഡ് ഹബീബിന്റെ മുഖം കണ്ട ഒരാൾക്കാണോ ശ്രേഷ്ഠത? 1000 വർഷം നിരന്തരമായി സുജൂദിൽ കിടന്നിട്ട് നിസ്കരിക്കുക, രാവിലെ മുഴുവൻ നോമ്പാണ്, ഇബാദത്തുമായി നടക്കുന്ന ഒരു സൂഫി വര്യനാണോ? അല്ല, ജീവിതത്തിൽ ഒരു സെക്കൻഡ് നബി തങ്ങളുടെ മുഖം മുഅ്മിനായിട്ട് ഒരാൾ നോക്കി, മുസ്ലിമായിട്ട് നബി തങ്ങളുടെ മുഖം ഒരു സെക്കൻഡ് കണ്ടു, അയാളാണോ? ആരാ വിജയ്? ആരാ? ഇയാളാ. നബി തങ്ങളുടെ മുഖം ഒരു സെക്കൻഡ് കണ്ട ആളുകളാണ്. എന്തേ? 1000 വർഷം നിസ്കരിച്ചു എന്നതുകൊണ്ട് ഒരാളും രക്ഷപ്പെടൂല, അത് ഉറപ്പാണ്. അങ്ങനെ വിചാരിക്കാൻ വേണ്ട. ഞാൻ ദിവസവും ഒരു ജുസ് ഓതാറുണ്ടല്ലോ, മാസത്തിലൊരു ഖത്തം ഞാൻ തീർക്കാറുണ്ടല്ലോ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടല്ലോ, ഞാൻ ഒരുപാട് സംഭാവന ചെയ്യാറുണ്ടല്ലോ, ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടുമെന്ന് ഒരാളും വിചാരിക്കേണ്ട. അതങ്ങനെ തന്നെയാണ്, ഒരാളും വിചാരിക്കേണ്ട. അള്ളാഹുവിന്റെ ഫضل കൊണ്ടാണ് ഒരാൾ രക്ഷപ്പെടുക. നബി തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ നന്മ കൊണ്ട് നാളെ സ്വർഗത്തിലെത്തുമെന്നൊരു വ്യാമോഹം നിങ്ങൾക്ക് വേണ്ട. സ്വഹാബാക്കൾ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങളും നിങ്ങളുടെ അമൽ കൊണ്ട് സ്വർഗത്തിലെത്തൂലേ? നിങ്ങൾ എത്തൂലേ നബിയേ? നിങ്ങളും എത്തൂലേ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാനും എത്തൂല. ഇല്ല അൻ തഗമ്മദനി അല്ലാഹ്, അല്ലാഹുവിന്റെ ഫضل എനിക്ക് ലഭിച്ചില്ലെങ്കിൽ ഞാനും സ്വർഗ്ഗത്തിലെത്തൂല. ആരാണ് നബി? അലം തുസുന്നത മൻ അഹ്യൽ വലാമ ഇലാ അനിഷ്തകത് ഖദമാ ഉൽറ മിൻ ബറമി. രാത്രിയുടെ യാമങ്ങളിൽ കൈകാലുകൾക്ക് നീര് വന്ന് കൈകാലുകൾ പഴുത്തിട്ട് നിസ്കരിക്കാൻ കഴിയാതെ എന്നിട്ട് പോലും പകൽ വരെ ഉറക്കൊഴിച്ചുകൊണ്ട് നിസ്കരിച്ച റസൂലുള്ളാഹി തങ്ങളോട് ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒന്ന് നിർത്തിക്കൂടെ? എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഈ നബി പറയാൻ, എന്റെ നിസ്കാരം കൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. അള്ളാഹുവിന്റെ ഫضل വേണം. അത് അങ്ങനെ തന്നെയാണ്. ഒരാൾ ഖുർആൻ മനഃപാഠമാക്കിയതുകൊണ്ട് രക്ഷപ്പെടുമോ? എത്ര ഹാഫിലുകൾ നബി തങ്ങളുടെ കാലത്ത് തന്നെ ഒരു ഹാഫിൽ മുർത്തദായി പോയിട്ടുണ്ട്. ഒരു ഹാഫിൽ നബി തങ്ങൾക്ക് വഹി എഴുതി കൊടുക്കുന്നവരാണ്. നബി തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങുമ്പോൾ അതുപോലെ എഴുതി കൊടുക്കുക. മനഃപ്പാഠമാക്കിയവരാണ്. പക്ഷേ ഒരു ആയത്തിൽ അയാൾക്ക് ചെറിയ സംശയം ഉണ്ടായി. അയാൾ മനസ്സിലൊരു ആയത്ത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നൊരു ആയത്ത് അയാൾക്ക് ഇങ്ങനെ വന്നു. അയാൾ അത് നബി തങ്ങളോട് ഓതി കൊടുത്തു, തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നൊരു ആയത്ത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഹാകദാ ഉൻസില, ഇതുപോലെയാണ് അല്ലാഹു ഇറക്കി തന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ നബിയാണെങ്കിൽ ഞാനും നബി. മുർത്തദായി പോയി. കാര്യമുണ്ടോ? പെണ്ണിന് വേണ്ടിയിട്ട് ഒരു ഹാഫിൽ ഇസ്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. പെണ്ണിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ കണ്ടപ്പോ ആ പെണ്ണിനോടുള്ള താല്പര്യം കൊണ്ട്, ഞാൻ നിന്നെ കിട്ടാൻ ഞാൻ എന്താ ചെയ്യാ? പെണ്ണ് പറഞ്ഞു, നീ ക്രിസ്ത്യാനിയായ നിനക്ക് എന്നെ കല്യാണം കഴിക്കാം. അല്ലേ? ചെറുപ്പക്കാരൊക്കെ അങ്ങനെ ഉണ്ടോ? പെണ്ണുങ്ങളെ കാണുമ്പോ ദീൻ വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ? പെണ്ണ് പറഞ്ഞു, ക്രിസ്ത്യാനിയായ നിനക്ക് എന്നെ കല്യാണം കഴിക്കാം. എന്നാ പിന്നെ ഞാൻ ക്രിസ്ത്യാനിയാണ്. ഹാഫിലായിരുന്നു അയാൾ. സഹാബാക്കളുടെ കൂടെ ഒരു യുദ്ധത്തിന് വന്ന ആളാണ്. ഇസ്ലാം ഒഴിവാക്കി പെണ്ണിനെ കല്യാണം കഴിച്ച ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ. അതുകൊണ്ട് ഖുർആൻ കൊണ്ടോ നിസ്കാരം കൊണ്ടോ ഒരാൾ സ്വർഗത്തിലെത്തുന്നു വിചാരിക്കണ്ട. പക്ഷെ നബി തങ്ങളുടെ മുഖം ഒരു സെക്കൻഡ് മുസ്ലിമായിട്ട് കാണാൻ ഒരാൾക്ക് ഭാഗ്യമുണ്ടായാൽ അയാൾ സ്വർഗത്തിലാണ്. നബി തങ്ങൾ പറഞ്ഞു,
അസ്ഹാബീ കന്നുജൂം, എന്റെ സ്വഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്, നക്ഷത്രങ്ങളെ പോലെയാണ്. ഫബിഅയ്യിഹിം ഖതദൈതും ഇഹ്തദൈതും, എന്റെ സ്വഹാബാക്കളിൽ ആരെ ഫോളോ ചെയ്താലും നിങ്ങൾ സ്വർഗ്ഗത്തിലാണ്. എന്റെ സ്വഹാബാക്കളിൽ ആരെ ഫോളോ ചെയ്താലും, ആരാ സ്വഹാബി? ആരാ? നബി തങ്ങളെ നേരിട്ട് മുസ്ലിമായിട്ട് ഒരാൾ കാണുക, നബി തങ്ങളെ കാണുക മുസ്ലിമായിട്ട്, ഇതാണ് സ്വഹാബിയുടെ ഡെഫിനിഷൻ. അപ്പൊ ഈ ആര് ഫോളോ ചെയ്താലും നിങ്ങൾ സ്വർഗ്ഗത്തിലാണ്. എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ ഒരു നോക്ക് കണ്ട് മുസ്ലിമായ ആളുകൾക്ക് സ്വർഗ്ഗത്തിൽ നിന്നാണ്, അവരെ പിൻപറ്റിയ നമ്മളും സ്വർഗ്ഗത്തിലാണ്. എന്നാൽ ഈ സ്വഹാബാക്കൾ എന്താ ചെയ്തത്? ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ മൗലിദ് ഓതുന്നത്? നിങ്ങൾക്ക് ഖുർആൻ ഓതിക്കൂടെ? നിങ്ങൾ എന്തിനാ ആരിഫ് സ്വലാത്ത് ചൊല്ലുന്നത്? നിങ്ങൾക്ക് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിക്കൂടെ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഹദ്ദാദ് ചെല്ലുന്നത്? ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഖുർആൻ ഓതിക്കൂടെ? ചോദിക്കും ആളുകൾ. അവരോട് ചോദിക്കാനുള്ളത് മക്കയിൽ ഒരാൾ, മക്കയുടെ മസ്ജിദുൽ ഹറമിൽ ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് 1,00,000 റക്അത്തിന്റെ പ്രതിഫലമാണ്. ഒരു റക്അത്തിന് 10,00,000 റക്അത്തിന്റെ പ്രതിഫലം. അല്ലേ? 10,00,000 1,00,000 എത്ര ലക്ഷമാണ്? 1,00,000. മസ്ജിദുൽ ഹറമിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്തിന്റെ പ്രതിഫലമാണ്. എന്നാൽ മദീനയിൽ അതുണ്ടോ? മദീനയിൽ 1000 റക്അത്തിന്റെ പ്രതിഫലമാണ് മദീന പള്ളിയിൽ. എന്നാൽ ദൈനംദിനം തവാഫ് ചെയ്യാം. തവാഫ് ചെയ്താൽ കയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ എങ്ങനെയാണോ അവനെ പ്രസവിച്ചത് അതുപോലെ അവന്റെ തിന്മയുടെ ഏടിൽ ഒരു തിന്മ പോലും ഇല്ലാതെ നിഷ്കളങ്കനായിരിക്കും, ഒരു പാപം പോലും അവന്റെ ഏടിലുണ്ടാവൂല. ആരെ? തവാഫ് ചെയ്ത ഒരാൾ. ഉംറ ചെയ്താൽ, സ്വഹീഹായ ഹജ്ജും ഉംറയും ചെയ്താൽ കയൗമി വലദതുഹു ഉമ്മു, ഉമ്മ എങ്ങനെയാണോ പ്രസവിച്ചത് അതുപോലെയാണ്, ഒരു തെറ്റുപോലും അവന്റെ ഏടിലുണ്ടാവൂല. എന്നാ പിന്നെ സഹാബാക്കൾ എന്തിനാ മദീനയിൽ പോയത്? അവരിവിടെ നിൽക്കേണ്ടത്? ഒരു റക്അത്തിന് 1,00,000 കിട്ടുന്ന മക്കയുണ്ടായിട്ട് എന്തിനാണ് മദീനയിൽ പോയത്? അത് നബി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ സൂചനയാണ്, നബി തങ്ങളോടുള്ള സ്നേഹമാണ്. നമ്മൾക്ക് ആലോചിക്കാം, 1,00,000 റക്അത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന മക്ക മസ്ജിദുൽ ഹറം ഇവിടെ ഉണ്ടായിട്ട് കഅബയുടെ മുന്നിൽ നിന്നിട്ട് നിസ്കരിക്കുമ്പോഴുള്ള അനുഭൂതി അത് വല്ലാത്ത അനുഭൂതിയാണ്. പള്ളിയുടെ മെഹ്റാബിലേക്ക് തിരിഞ്ഞിട്ട് വർഷങ്ങളായി നമ്മൾ നിസ്കരിക്കാൻ, പക്ഷെ നമ്മൾ കഅബ കണ്ട് ആ കഅബയുടെ മുന്നിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ എന്തോ ഒരു ഫീലിംഗ് ആയിരിക്കും. അവിടെ വെച്ചിട്ട് ഫീലിംഗ് ഇല്ലാത്ത ആളുകൾക്ക് മെരിക്കോളം ഫീലിംഗ് കിട്ടൂല. കഅബയുടെ മുന്നിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് ഖുശൂ കിട്ടുന്നില്ലേ? അയാൾ ചിന്തിക്കുന്നത് നാടിനെ കുറിച്ചാണെങ്കിൽ അയാൾക്ക് പിന്നെ ജീവിതത്തിൽ ഖുശൂ കിട്ടൂല. അപ്പൊ അങ്ങനെ ഒരു കഅബ മുന്നിൽ ഉണ്ടായിട്ട് കഅബയുടെ കില്ല പിടിച്ച ഒരാൾ എന്ത് ചോദിച്ചാലും ഞാൻ അവന് നൽകുമെന്ന് അല്ലാഹു പറഞ്ഞ ശ്രേഷ്ഠതകളുടെ കൂമ്പാരങ്ങൾ നിറഞ്ഞ മക്കയിൽ നിന്ന് എന്തിനാണ് ഇവർ ഈ ശ്രേഷ്ഠതകളെ ഒഴിവാക്കിയിട്ട് മദീനയിലേക്ക് ചെന്നത്? സ്നേഹമാണ്. അപ്പൊ നിങ്ങൾ പറയും സ്വഹാബാക്കൾ ആട്ടി ഓടിച്ചതല്ല, അങ്ങനെ പോയതല്ലേ? എന്നാ ഓക്കെ, ഫത്ഹു മക്ക കഴിഞ്ഞിട്ട് എന്തിനാ പോയത്? അവരാദ്യം പോയത് ആട്ടി ഓടിച്ചിട്ടാണ്. എന്നാ പിന്നെ ഫത്ഹു മക്കയിൽ തിരിച്ചു വരുന്നുണ്ടല്ലോ. സമ്പത്ത് ഒഴിവാക്കി, വീടൊഴിവാക്കി, മക്കളൊഴിവാക്കി, കുടുംബങ്ങൾ ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കിയിട്ട് അവർ ചെന്നത് റസൂലിന്റെ കൂടെയാണ് മദീനയിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1,00,000 പ്രതിഫലമല്ല, നിസ്കാരമല്ല വലുത്, സ്നേഹമാണ് വലുത്. മഹബ്ബത്തു റസൂലില്ലാഹ്, ഒരുപാട് ഹജ്ജ് ചെയ്യലല്ല വലുത്, ഒരുപാട് ഉംറ ചെയ്യലല്ല വലുത്, മസ്ജിദുൽ ഹറമിൽ ഇരുന്നിട്ട് ഒരുപാട് നിസ്കരിക്കലല്ല വലുത്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹമാണ്. അതാണ് സ്വഹാബാക്കൾ പഠിപ്പിച്ചത്. ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് സ്വഹാബാക്കൾ നേരെ മദീനയിലേക്ക് ചെന്നത്. അപ്പൊ നിങ്ങൾ പറയും, എന്നാ നബി തങ്ങൾ ഉള്ളത് കൊണ്ട് അവരേതായാലും മക്കയിൽ നിൽക്കൂലല്ലോ, നബി തങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ. എന്നാ നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം എന്തേ സ്വഹാബാക്കൾ മദീനയിലേക്ക് വരാത്തത്? അങ്ങനെ വരണമായിരുന്നല്ലോ. എന്നാലും നബി തങ്ങളുടെ വഫാത്ത്, നബി തങ്ങൾ ഉള്ളത് കൊണ്ടാണ് മദീനയിൽ നിന്നു എന്നൊരു ന്യായം വെക്കാം. എന്നാ പിന്നെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം എന്തേ ഒരു മക്കയിൽ വരാത്തത്? 1,00,000 റക്അത്തിന്റെ പ്രതിഫലം കിട്ടൂലേ? ഇല്ല. എന്തേ? നബി തങ്ങളുടെ ഭൗതിക ശരീരം എവിടെയുണ്ട്? റൗള എവിടെയാണ്? മസാർ എവിടെയാണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ. എന്നാ സ്നേഹം, മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം അത് വൈരുദ്ധ്യമായിരുന്നു. ആരും സ്നേഹം കൊണ്ട് അവിടെ നിന്നു? ബിലാൽ തങ്ങൾ സ്നേഹം കൊണ്ട് അവിടെ പോയി. അവിടെയും ശ്രദ്ധിക്കാനുണ്ട്. എല്ലാവരും സ്നേഹം കൊണ്ട് അവിടെ നിന്നു, ബിലാൽ തങ്ങൾ സ്നേഹം കൊണ്ട് അവിടെ പോയി. സ്നേഹം അതാണ് എല്ലാം. അതാണ് നബി തങ്ങളോടുള്ള സ്നേഹം. അതാണ് മൗലീദ്, അതാണ് ഘോഷയാത്ര, അതാണ് റബീഉൽ അവ്വൽ പാട്ട് പാടുന്നത്, അതാണ് എല്ലാം. ഇത് എല്ലാം സ്നേഹമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ,
മൻ അറാദ അൻ യമൂത ബിൽ മദീന ഫല്യമൂത് ബിഹാ. ഒരാൾക്ക് മദീനയിൽ മരിക്കാൻ അവസരമുണ്ടായാൽ മദീനയിൽ മരിക്കലാണ് നല്ലത്. കാരണം നാളെ മഹ്ശറയിൽ അവന് ശാഫിആയി, അവന് ശഫാഅത്ത് ചെയ്യാൻ ഞാൻ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. മദീനയിലേക്ക് ദജ്ജാൽ കടന്നു വരൂലല്ലോ. ദജ്ജാൽ എല്ലാ സ്ഥലത്തും വരും, മക്കയിലേക്കും മദീനയിലേക്കും കടന്നു വരൂല. മാലാക്കന്മാർ തടയും വാളുകൊണ്ട്. ഇവിടെ വരരുത്, നോ എൻട്രി ആണ്. എന്നാ പിന്നെ അവിടെയല്ലേ ബിലാൽ തങ്ങൾ വഫാത്തിന്റെ ശേഷം മദീനയിൽ നബി തങ്ങൾ ബിലാൽ തങ്ങൾ ജീവിക്കണമായിരുന്നു. കാരണം മദീനയിൽ മരിച്ചാൽ ശഫാഅത്ത് ചെയ്യാൻ നബി തങ്ങൾ ഉണ്ടാകും. പക്ഷേ ബിലാൽ തങ്ങളുടെ സ്നേഹം അല്പം കൂടി ഓവറായിരുന്നു. നബി തങ്ങളെ കാണാത്ത മദീന എനിക്ക് വേണ്ട, നബി തങ്ങളെ കാണാത്ത മദീന എനിക്ക് വേണ്ട, നബി തങ്ങളെ കാണാത്ത മദീന എനിക്ക് വേണ്ട, നബി തങ്ങളെ കാണാത്ത മദീനയിൽ നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതും സ്നേഹമാണ്, സ്നേഹമാണ് അഖിലസാരം, സ്നേഹമാണ്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടാണ് ബിലാൽ തങ്ങൾ മാറിപ്പോയത്. അപ്പോഴാണ് നബി തങ്ങളുടെ സ്വപ്നം കാണുന്നത്. മാഹാദൽ ജഫാ, എന്തിനാണ് ബിലാലെ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത്? ഒന്ന് മദീനയിലേക്ക് കടന്നു വന്നുകൂടെ? എന്തിനാണ് ഈ പിണക്കങ്ങളെ? ഒരുപാട് കാലമായല്ലോ മദീനയിലേക്ക് കടന്നു വരാതെ, ഒരുപാട് മാറി നിന്നുകൊണ്ട് അവിടെ കിടക്കുന്നത്, അവിടെ ജീവിക്കുന്നത്. ഒന്ന് മദീനയിലേക്ക് വന്നുകൂടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വപ്നം കണ്ടപ്പോഴാണ് പിറ്റേ ദിവസം തന്നെ മദീനയിലേക്ക് കടന്നു വന്നത്. അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, ബിലാൽ തങ്ങളെ ഒന്ന് ബാങ്ക് വിളിക്കോ? നബി തങ്ങളുടെ കാലത്ത് നിങ്ങളായിരുന്നല്ലോ മുഅദ്ദിൻ, ഒന്ന് ബാങ്ക് വിളിക്കോ? ബിലാൽ തങ്ങൾ പറഞ്ഞു, എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല. സിദ്ദീഖ് തങ്ങൾ വാശി പിടിച്ചു, പറ്റൂല. നബി തങ്ങൾ ബാങ്ക്, എന്റെ ബാങ്ക് കൊടുക്കാൻ പാടില്ലായിട്ടാണോ? ബാങ്ക് കൊടുക്കലിന് പ്രതിഫലമില്ലായിട്ട്, സ്നേഹം കൊണ്ട് ബാങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല. സ്നേഹമാണ്, സ്നേഹം കൊണ്ട് ബാങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല. സിദ്ദീഖ് തങ്ങൾ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളാണ് ഞാൻ അടിമത്തത്തിന്റെ ചങ്ങലയിൽ പാരതന്ത്രം ഇങ്ങനെ അനുഭവിക്കുമ്പോൾ, ക്രൂരമായ പീഡനം സഹിക്കുമ്പോൾ നിങ്ങൾ എന്നെ മോചിപ്പിച്ചു എന്ന ആ ഒരു കാരണം കൊണ്ട് നിർബന്ധിക്കുകയാണോ? സോറി, സോറി, അങ്ങനെയാണെങ്കിൽ വേണ്ട. സിദ്ദീഖ് തങ്ങൾ മാറി. പക്ഷേ ഉടനെ നബി തങ്ങളുടെ പേരക്കുട്ടികൾ വന്നു, ഹസൻ ഹുസൈൻ, ഒന്ന് ബാങ്ക് വിളിക്കോ, ഒന്ന് ബാങ്ക് വിളിക്കോ. ഇവരുടെ നിർബന്ധം കണ്ടപ്പോ നബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാറി നിൽക്കാൻ പറ്റിയില്ല. കാരണം നബി തങ്ങളുടെ പേരക്കുട്ടികളാണ്. ബാങ്ക് വിളിക്കാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പൂർത്തിയാക്കിയില്ല, വീണുപോയി. ബാങ്ക് കൊടുക്കുമ്പോ വീണവിടെ ബോധം കിട്ടും. എന്തേ? സ്നേഹമാണ്, നബി തങ്ങളോടുള്ള സ്നേഹം. മദീനക്കാർ ഓടി വന്നു, മദീനക്കാർ കരഞ്ഞു, എല്ലാവരും കരഞ്ഞു. എന്തേ? ആ ഒരു നോസ്റ്റാൾജിക് ഫീലിംഗ് നബി തങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള മദീനയുടെ ഫീലിംഗ് മദീനക്കാർക്ക് വന്നു. പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, നബി വന്നിരിക്കുന്നു, നബി വന്നിരിക്കുന്നു, നബി തങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പെണ്ണുങ്ങളും വീട്ടിൽ നിന്നിറങ്ങി ഓടി വന്നു. ബിലാൽ തങ്ങൾ അവിടെ എത്തുമ്പോൾ ബോധം കെട്ടു വീണു. സ്നേഹമാണ്, ആ ഒരു സ്നേഹമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നക മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത് അവന്റെ കൂടെയാണ് നാളെ സ്വർഗ്ഗത്തിലെത്തുക. ചെറുപ്പക്കാരാ, എന്റെ സ്നേഹമുള്ള സഹോദരിമാർ, നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത്? ആരോടാ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത്? ആരെയാണ്? ആർക്ക് വിഷമം വരുമ്പോഴാണ് നമ്മൾക്ക് വിഷമം വരുന്നത്? നമ്മൾ ആലോചിക്കണം. സ്നേഹം, സ്നേഹം എന്നത് വാക്കിലൂടെ പറയാനുള്ള വിഷയമല്ല. تعصي الإله وأنت تظهر حبه ذاك لعمري في المقال شنيع إن كان حبك صادقا لأطعته إن المحب لمن يحب يطيع. സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ പ്രണയിച്ച ആളുകൾക്കറിയാം പ്രണയത്തിന്റെ വില, സ്നേഹത്തിന്റെ വില. കാമുകി പറയാൻ, എനിക്കൊരു ഐഫോൺ 7 വേണം. അയാൾ കിഡ്നി വിറ്റിട്ടെങ്കിലും ഐഫോൺ 7 വാങ്ങിച്ചു കൊടുക്കും. വീട്ടിൽ ചേര ഓടായിരിക്കും, അടുപ്പിൽ ചേര പായനുണ്ടാവും. എന്നാൽ എന്റെ കാമുകി എന്നോട് പറഞ്ഞ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. എന്തേ? എന്റെ സ്നേഹം സത്യമാണ്. അത് ചിരിക്കുമ്പോ ചെറുപ്പക്കാർക്കൊക്കെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാവും അല്ലേ? നാട്ടിലൊക്കെ കുറവാണ്. പുറം ചില യൂണിവേഴ്സിറ്റികളിൽ, കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ അത് പോയി നോക്കണം. അപ്പോഴാ സ്നേഹവും അതിന്റെ കൂടെയുള്ള ആ ഒരു ലിവിങ് ടുഗദറൊക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ.
പെണ്ണ് പറയാൻ എനിക്ക് ഇന്നാലെന്നൊരു വസ്തു വേണം, അത് എവിടുന്നാണ് മോഷ്ടിച്ചിട്ടെങ്കിലും അയാൾ വാങ്ങിച്ചു കൊടുക്കും. എന്റെ കാരണം പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കേ, നമ്പറിൽ കോഡ് നമ്പറിൽ ഒരു 4-5 പെണ്ണുങ്ങളുടെ നമ്പർ സേവ് ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്. അവർക്ക് 4-5 പെണ്ണുങ്ങളാണ്. ഒന്നിനോട് ആത്മാർത്ഥം ഉണ്ടാവില്ല, വെറുതെ ടൈം പാസിന് വേണ്ടി സംസാരിക്കാൻ. ആ പെണ്ണ് പറയാണ് എനിക്കൊരു iPhone 6 വേണ്ട, ഒരു Samsung A5 വാങ്ങിച്ചു തരുമോ? ഒന്ന് പോയി പണിയൊക്കെ നിനക്ക് വേണ്ടിട്ട് ആരെ പൈസ ലഭിക്കുക? ആത്മാർത്ഥതയില്ല. എന്നാൽ ആത്മാർത്ഥമുള്ള പെണ്ണ് iPhone 7 75,000 80,000 കൊടുക്കും. ചൈനയിലാണെന്ന് തോന്നുന്നു, ചൈനയിലോ ജപ്പാനിലോ ഒന്നും എനിക്കറിയില്ല. തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാമുകന്മാരോട് ഡിമാൻഡ് വെച്ചു, എനിക്കൊരു iPhone 7 വേണം. 10-12 കാമുകന്മാരുണ്ട്, എല്ലാവരും iPhone കൊണ്ടുവന്നു. എന്തേ? അവരൊക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കുക ഈ പെണ്ണ് പറ്റിക്കാൻ. അവരൊക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. അവർക്കറിയില്ല ഈ പെണ്ണിന് വേറെ പ്രണയങ്ങളുണ്ട് എന്ന്. iPhone 7 10-15ഓളം iPhone 7 വന്നു. എന്നിട്ട് എല്ലാ iPhone 7ഉം പാക്ക് പോലും അൺപാക്ക് ചെയ്യാതെ അത് വിറ്റു. ആ പൈസ കൊണ്ട് വീട് കിട്ടി ഈ പെണ്ണ്. വായിച്ച വാർത്തയാണ് നമ്മുടെ പത്രങ്ങളിൽ. സ്നേഹം യഥാർത്ഥ സ്നേഹമാകുമ്പോൾ അവർക്ക് വേണ്ടി എന്തും ചെയ്യും നമ്മൾ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നബി തങ്ങളോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാണോ അല്ല കപടമാണോ? അതാണ് നബി തങ്ങളോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാണോ, റിയൽ ലവ്, യഥാർത്ഥ സ്നേഹമാണോ അല്ല കപട സ്നേഹമാണോ? പെണ്ണുങ്ങളെ പറ്റിക്കുന്നത് പോലെ അങ്ങനെ ഒരു വെറും വാക്കിൻ നാവിൻ തുമ്പിലൂടെയുള്ള സ്നേഹം ഒന്ന് കാർക്കിച്ചു തുപ്പിയാൽ തെറിച്ചു പോകുമെന്ന് പറയുന്നത് പോലെ നബി തങ്ങളോടുള്ള സ്നേഹം ഒരു പുറമോടിയാണ് എങ്കിൽ ഈ സ്നേഹത്തിന് അർത്ഥമില്ല, ഈ ജീവിതത്തിന് അർത്ഥമില്ല. അതിന് പകരം യഥാർത്ഥ സ്നേഹത്തിലേക്ക് നമ്മൾ മാറിയാലോ? മൻ ഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് നാളെ എന്റെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു വരാം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടമാണ്, ഉമർ തങ്ങളെ ഇഷ്ടമാണ്, സിദ്ദീഖ് തങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, എല്ലാവരും എനിക്കിഷ്ടമാണ്. അവരുടെ കൂടെ ഞാൻ സ്വർഗ്ഗത്തെത്തുമെന്നുള്ള പ്രതീക്ഷയും എനിക്കുണ്ട്. നമ്മുടെ സ്നേഹം ആത്മാർത്ഥതയാണെങ്കിൽ, നബിയോടും സ്വഹാബാക്കളോടും ആത്മാർത്ഥമായി സ്നേഹമുണ്ടെങ്കിലേ അവരെവിടേക്കാ പോവാ? നമ്മൾക്ക് ഇവിടെ പോകാൻ പറ്റും. നമ്മൾ അമലൊന്നും ചെയ്യണ്ട, അവരെ പോലെ അമൽ ചെയ്യണ്ട. സിദ്ദീഖ് തങ്ങളെ പോലെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും സമ്പാദിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യങ്ങളും ദീനിന് വേണ്ടി ചെലവഴിക്കേണ്ട ആവശ്യമില്ല. അവരോടുള്ള സ്നേഹം മതി അവരുടെ കൂടെ സ്വർഗ്ഗത്തിലെത്താൻ. ഉമർ തങ്ങളുടെ പോലെ ജീവിതത്തിൽ സമ്പാദിച്ചുണ്ടാക്കിയ 50% സമ്പാദ്യവും ദീനിന് വേണ്ടി ചെലവഴിക്കേണ്ട ആവശ്യമില്ലോ? ഇല്ല. അവരോടുള്ള സ്നേഹം മതി. കാരണം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഫഇന്നക മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണ് നാളെ ഉണ്ടാവുക. ആരെയാണോ നീ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണ് നാളെ നീ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി ഉഹിബ്ബു റസൂലല്ലാഹ്, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടമാണ്, എനിക്ക് മഹാനായ സിദ്ദീഖ് തങ്ങളെ ഇഷ്ടമാണ്, മഹാനായ ഉമർ തങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. വഇല്ലം അഅമൽ ബിഅഅമാലിഹിം, അവർ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും അവരോടുള്ള സ്നേഹം കൊണ്ട് സ്വർഗ്ഗത്തിലെത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് ഹബീബിന്റെ വാക്കാണ്. ആരുടെ കൂടെയാണോ നീ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെ എന്ന്. സിദ്ദീഖ് തങ്ങൾ സ്നേഹിച്ചാല് സിദ്ദീഖ് തങ്ങൾ എവിടെയാ പോണത്? അവിടെ ഉണ്ടാകും. നമ്മുടെ സ്നേഹം വിരാട് കോഹ്ലിയാണ്, നെയ്മറാണ്, മെസ്സിയാണ്, മമ്മൂട്ടിയാണ്, മോഹൻലാലാണ്. അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ഒച്ചപ്പാടുണ്ടാക്കുക, ഗ്രൂപ്പിലൊക്കെ ചർച്ച, മോഹൻലാലിന്റെ പുലിമുരുകന് വേണ്ടിയിട്ട്, അല്ലെ, മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ISL ഏതെങ്കിലും കളിക്കാർക്ക് വേണ്ടിയിട്ട് ചർച്ച. അവർ ഗോളടിച്ചില്ലെങ്കിൽ നമുക്ക് വിഷമുണ്ടായി, അവർ സഞ്ചരിച്ചില്ലേ നമ്മൾക്ക് വിഷമുണ്ടായി. ഇതാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ അവരെവിടേക്കാ പോവാൻ ആലോചിക്കാം. മമ്മൂട്ടി എവിടെയായിരിക്കും നാളെ ആഖിറത്തില്? മോഹൻലാൽ എവിടെയായിരിക്കും? വിരാട് കോഹ്ലി എവിടെയായിരിക്കും? മെസ്സി നാളെ മഹ്ശറിൽ എവിടെയായിരിക്കും? നെയ്മർ എവിടെയായിരിക്കും? ആലോചിക്കുക. അവർ എവിടെ പോവും? അവിടെ നമ്മൾ ഉണ്ടാവും. കാരണം സ്നേഹം അവരോടാണ്. നീ സ്നേഹിക്കുന്നവന്റെ കൂടെയാണ്. നീ അവരെ സ്നേഹിച്ചാൽ അവരുടെ കൂടെ ഉണ്ടാകും. നീ സ്നേഹിക്കുന്നത് മഹാന്മാരായ ശംസുൽ ഉലമയെ പോലെയുള്ള അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഉഖ്റവിയായ പണ്ഡിതന്മാരെയാണെങ്കിൽ അവരെവിടെയൊക്കെ പോവാം, അവരുടെ കൂടെ നമ്മളുണ്ടാകും. പക്ഷെ അവർ ചെയ്ത നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടോ? അവർ രാത്രി മുഴുവനും തഹജ്ജുദ് നിസ്കരിക്കുക, വ്യാഴം വെള്ളിയും തിങ്കളും വ്യാഴം നോമ്പ് നോക്കുക, നമ്മളതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവരെ നമ്മൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്.
സിദ്ദീഖ് തങ്ങളെയും സഹാബാക്കളെയും വല്ലാതെ ഇഷ്ടമാണ്. അവർ ചെയ്തതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, എങ്കിലും അവരുടെ കൂടെ കൂടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, മൻ ഹബ്ബ ഖൗമൻ ഹസറഹുല്ലാഹു ഫീ സുംറതിഹിം. ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ, ശ്രദ്ധിക്കണേ സഹോദരി. മൻ ഹബ്ബ ഖൗമൻ, ഒരാൾ ഏതെങ്കിലും ഒരു കൂട്ടത്തെ ഇഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു സംഘടനയെ ഇഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ, മൻ ഹബ്ബ ഖൗമൻ ഈ സംഘടനയുടെ നാളത്തെ അവസ്ഥ എന്താ? നാളെ ആഖിറത്തിൽ ഈ സംഘടന എവിടെയായിരിക്കും? അവരുടെ കൂടെയാണ് ഇഷ്ടപ്പെട്ട ആളുകളും നാളെ ഉണ്ടാവുക. ഈ രാഷ്ട്രീയ പാർട്ടി നാളെ ആഖിറത്തിൽ എവിടെയാണാവോ അവിടെയായിരിക്കും, അവരുടെ കൂടെയായിരിക്കും ഇയാളും ഉണ്ടാവുക. ഒരാൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ കാരണം, ഒരാൾ ചെയ്യുന്ന നന്മ കാരണം, ഒരാളുടെ ഇബാദത്ത് കാരണം, ഒരാളുടെ ഇൽമു കാരണം, ഒരാളുടെ അല്ലാഹുവിനോട് പേടിയുള്ള കറകളഞ്ഞ ജീവിതം കാരണം നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, പ്രവർത്തനങ്ങൾ കാരണം ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ആ ഇഷ്ടപ്പെട്ട ആളുകൾ നാളെ എവിടെയാണാവോ മഹ്ശറയിൽ ഉണ്ടാവുക, അവരുടെ കൂടെയായിരിക്കും നമ്മളും ഉണ്ടാവുന്നത്. അവർക്ക് ലഭിക്കുന്ന വിചാരണയാണ് നമ്മൾക്കും ലഭിക്കുക. അവർ ചെയ്തതുപോലെയുള്ള കഠിനാധ്വാനം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും നല്ലവരായ ആളുകളെ സ്നേഹിച്ചത് കാരണം അവരുടെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് പഠിപ്പിക്കുമ്പോ ഈ മുത്ത് ഹബീബിനെ അല്ലാതെ പിന്നെ ആരെയാണ് നമ്മൾ സ്നേഹിക്കുക? ഞാൻ ചോദിക്കട്ടെ, മദീനക്കാരാണല്ലോ അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബാക്കൾ, മുഹാജിരികളും അൻസാരികളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് വന്നത് നമ്മൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ. അല്ലാഹു പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? വീടിന്റെ മുമ്പിൽ മെഴ്സിഡസ് ബെൻസ് നിർത്തി വെക്കല ആണോ? ചെറുപ്പക്കാരന് ഒരു ബുള്ളറ്റ് ലഭിക്കല? എന്താ അനുഗ്രഹം? അല്ലാഹു പറയാണ്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ. നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം അത് അല്ലാഹുവിന്റെ ഹബീബിന് ലഭിച്ചതാണ്. നമ്മൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? നബി തങ്ങളെ ലഭിച്ചതാണ്. എന്നാ പിന്നെ അനുഗ്രഹം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യാൻ പറഞ്ഞു അല്ലാഹു? അനുഗ്രഹം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകുമ്പോ, അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോ, ഫബിദാലിക ഫൽയഫറഹൂ, നിങ്ങൾ സന്തോഷിക്കുവീൻ, മാക്സിമം സന്തോഷിക്കുവീൻ. നമ്മൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം നബി തങ്ങളെ ലഭിച്ചതാണ്, ഹബീബിനെ ലഭിച്ചതാണ്. ഹബീബിന് എന്നാ ലഭിച്ചത് റബീഉൽ അവ്വൽ 12 ഭൂരിഭാഗം ജംഹൂറിന്റെയും അഭിപ്രായം. അന്ന് നമ്മൾ സന്തോഷിക്കണം. എന്തേ? നമ്മൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായാൽ, വറഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടായാൽ, ഫബിദാലിക ഫൽയഫറഹൂ, നിങ്ങൾ സന്തോഷിക്കണം. സന്തോഷത്തിന് ബൗണ്ടറി ഇല്ല. ചില ആളുകൾ സന്തോഷിക്കുന്നത് ഭക്ഷണം കൊടുത്തിട്ടായിരിക്കും, മധുര പലഹാരം, ലഡു, പാനീയങ്ങൾ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടായിരിക്കും ചില ആളുകൾ സന്തോഷിക്കുക. ചില ആളുകൾ നല്ല പുതിയ വസ്ത്രം ധരിച്ചിട്ടായിരിക്കും സന്തോഷിക്കുക. ചില ആളുകൾ വീട്ടിൽ നല്ല സൽക്കാരം വെച്ചിട്ടായിരിക്കും സന്തോഷിക്കുക. ചില ആളുകൾ സന്തോഷിക്കുന്നത് നോമ്പ് നോച്ചിട്ടായിരിക്കും. ചില ആളുകൾ സന്തോഷിക്കുന്നത് പാട്ടുപാടിയിട്ടായിരിക്കും. ചില ആളുകൾ സന്തോഷിക്കുന്നത് ഖുർആൻ ഓതിയിട്ടായിരിക്കും. ചില ആളുകൾ സന്തോഷിക്കുന്നത് ദിക്ർ ചൊല്ലിയിട്ടായിരിക്കും. അപ്പൊ ഓരോ ആളുകൾക്കും ഇഷ്ടമുള്ള രീതിയിൽ സന്തോഷിക്കാം. പക്ഷേ അനിസ്ലാമികമായി സന്തോഷം അരുത്, അത് നമ്മൾക്ക് പറ്റൂല. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കണം, അല്ലാഹുവിന്റെ ഫദ്ലും അല്ലാഹുവിന്റെ റഹ്മത്തും നമ്മൾക്കുണ്ടായാൽ ഫബിദാലിക ഫൽയഫറഹൂ, നിങ്ങൾ സന്തോഷിക്കണം. സന്തോഷിച്ചു. ആര് സന്തോഷിച്ചു? അൻസാരികൾ സന്തോഷിച്ചു. ശ്രദ്ധിക്കണേ, നിർത്താൻ പോവാണ്, തങ്ങൾ വന്നു. സന്തോഷിച്ചു. ആര് സന്തോഷിച്ചു? അല്ലാഹു പറഞ്ഞുവല്ലോ, അൻസാരികളെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെടുന്നതിന് സമമാണ്. അല്ലേ? നബി തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ അൻസാരികളെ സ്നേഹിക്കുന്നത് മുഅ്മിനിന്റെ അടയാളമാണ്. ഹുബ്ബുൽ അൻസാർ, അൻസാരികളോടുള്ള സ്നേഹം ഈമാനിന്റെ ലക്ഷണമാണ്. വബുഗ്ദുൽ അൻസാർ, അൻസാരികളോടുള്ള കോപം നിഫാഖിന്റെ, മുനാഫിക്കിന്റെ ലക്ഷണമാണ്. ശ്രദ്ധിക്കണേ, നമ്മൾ ചർച്ച ചെയ്തത് അൻസാരികളെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ അതൊരു മുഅ്മിനിന്റെ ലക്ഷണമാണ്.
അൻസാരികളെ ദേഷ്യപ്പെടാന്ന് പറഞ്ഞാൽ മുനാഫിക്കിന്റെ ലക്ഷണമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ചെയ്യുന്നത് എന്താ? അൻസാരികൾക്ക് ലഭിച്ച ഏറ്റവും വലിയ നിഅമത്ത് എന്തായിരുന്നു? അൻസാരികൾക്ക് ലഭിച്ച ഏറ്റവും വലിയ നിഅമത്ത് നബി തങ്ങൾ ഹിജ്റ 1 മദീനയിലേക്ക് പോയി എന്നതാണ്. അല്ലേ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടി ഓടിച്ചപ്പോ മദീനയിലേക്ക് നബി